എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാന് 24 വർഷം കൊണ്ട് ഞാൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. 24 വർഷത്തിന് മുന്നേ എനിക്ക് ഉണർവ് എന്തുവാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഉണർവെന്ന് പറഞ്ഞാൽ ഒരു വാക്കറിയായിരുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദേവദാസിന്റെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് ഒരു പാസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ കർത്തൃസന്നിധിയിൽ എൻ്റെ മാതാവും പിതാവും രണ്ടുപേരും വിശ്രമിക്കുവാണ്. സോ ഒരു ചർച്ചിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഉണർവ് യോഗം അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നു. ഉണർവ് യോഗം എന്ന് പറയല്ലോ. സോ അത് പക്ഷെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്ന മീറ്റിംഗ്. അപ്പൊ ആ ഉണർവ് യോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഉണർവ് യോഗമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ആ ഉണർവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയത്തുള്ളായിരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക, അഭിഷേകം പ്രാപിക്കുക, അന്യഭാഷയുടെ വരം പ്രാപിക്കുക, അതിനു വേണ്ടി നടത്തുന്ന എന്താ പറയുന്ന ഉണർവ് മീറ്റിംഗ്. ഓക്കെ, അത് സോ അതേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ റിവൈവൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന റിവൈവൽ എനിക്ക് എന്തുവായിരുന്നു അറിയത്തില്ലായിരുന്നു. പക്ഷെ 24 വർഷം മുന്നേ അല്ലെങ്കിൽ 25 വർഷം മുന്നേ 1999 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. പറഞ്ഞെങ്കിൽ ക്ഷമയോട് ഒന്നും കൂടി കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ 1999 പരിശുദ്ധാത്മാവുമായിട്ട് എനിക്ക് വലിയൊരു ഒരു എൻകൗണ്ടർ ഉണ്ടായി. സോ അത് ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. ഞാൻ ചെറിയ പ്രായത്തിൽ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12 വയസ്സിൽ 12 വയസ്സിൽ ഞാൻ അഭിഷേകം അന്യഭാഷയുടെ വരത്തോടു കൂടി ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. പക്ഷെ 1999 എൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു പവർഫുൾ എൻകൗണ്ടർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്കതിനെ പൂർണ്ണമായിട്ടും എനിക്കത് വർണ്ണിക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞാൻ അന്ന് വരെ അനുഭവിക്കാത്ത പോലെ ശാരീരികമായി എന്റെ ഈ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചു. അഭിഷേകം പ്രാപിച്ചപ്പോഴും ഞാൻ ഒത്തിരി തുള്ളി ചാടിയിട്ടുണ്ട്. എന്നെ കളിയാക്കിയിട്ടുണ്ട് ആൾക്കാര്. ഞാൻ തുള്ളി ചാടുമ്പോ എന്റെ ഫ്രോക്കിന്റെ ഫ്രില്ലൊക്കെ ഇങ്ങനെ കീറി ഞാൻ നിൽക്കുമ്പോ എന്റെ ഫ്രില്ലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. അപ്പൊ എന്നെ ആൾക്കാര് കളിയാക്കുമായിരുന്നു. അവള് അഭിഷേകം പ്രാപിച്ചൊക്കെ അവിടെ ഡ്രസ്സ് കീറിയ ആളാന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അന്ന് ആ ആത്മശക്തി ഞാൻ അനുഭവിച്ചതാണ്. പക്ഷെ ഈ 99 അനുഭവിച്ച ദൈവ സാന്നിധ്യം, ദൈവ മഹത്വം, ദൈവശക്തി എന്ന് പറഞ്ഞാൽ അതിനെ വർണ്ണിക്കാൻ പറ്റത്തില്ല. അതുപോലെ എന്ന് പറഞ്ഞാൽ ആത്മശക്തി എന്നിൽ ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആത്മാവിൽ ഞാൻ ആരാധിക്കും, അന്യഭാഷയിൽ ആരാധിക്കും, പാടും, എല്ലാം ഉണ്ട്. പക്ഷെ ഓരോ കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിട്ട് എൻ്റെ മേൽ ഒരു കൂട്ടായ്മകളിൽ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അതിപ്പോ 2 or 3 പേരാണെങ്കിലും അത് വിഷയമല്ല. അത് ആൾക്കാരുടെ പെരുപ്പത്തിലല്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ 2 പേര്, ബിക്കോസ് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാനും എൻ്റെ പ്രെയർ പാർട്ട്ണറും മാത്രം ഇരിക്കുമ്പം പോലും എന്ന് പറഞ്ഞ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കും. ഞാനും എൻ്റെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച ഗുഡ്ഗാവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് വീട് പണിഞ്ഞത്. ഓക്കെ, അപ്പം എൻ്റെ കൂട്ടുകാരി ഞാനും ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വീതിച്ച ഞങ്ങൾ പണിഞ്ഞത്. സോ എൻ്റെ ആ കൂട്ടുകാരിയും ഞാനും എന്നും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് പോലും അപ്പൊ 2 പേരാന്നേലും അതുപോലെ ഞങ്ങളുടെ ചർച്ചിലാന്നേലും എവിടാന്നേലും അല്ലെ വേറൊരു ചർച്ചിലാന്നേലും എവിടെ ഞാൻ പോയാലും ദൈവശക്തി ദൈവം ഓരോ പ്രവൃത്തി ആഗ്രഹിക്കുമ്പോൾ എൻ്റെ മേല് ഇറങ്ങി വരും, ഭയങ്കരമായിട്ട് ഇറങ്ങി വരും. പിന്നെ ഞാൻ അങ്ങ് ആള് മാറിയതുപോലെ ശരിക്കും പറഞ്ഞ ഞാനത് ബൈബിളിലൊക്കെ വായിക്കുന്ന പോലെ, ശൗലിനെ പറ്റിയൊക്കെ വായിക്കുന്ന പോലെ ആള് മാറിയതുപോലെ അതുപോലെ ആവും. പിന്നെന്ന് പറഞ്ഞാല് പിന്നെ നടക്കുന്നത് ഒക്കെ ഞാൻ തന്നെ കേൾക്കുകയും പറയുന്നതൊക്കെ ഞാൻ തന്നെ കേൾക്കും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി പറയുന്ന പ്രവചന ശബ്ദം ഞാനൊന്നും കാണത്തില്ല, ഞാനൊന്നും കേൾക്കത്തില്ല. ഞാൻ വാ തുറക്കും. വചനം സങ്കീർത്തനത്തിന് അത് എഴുതിയേക്കുന്ന പോലെ വാ വിസ്താരത്തെ തുറന്നാൽ ഞാൻ നിറയ്ക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ വാ തുറക്കും. പിന്നെ പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി
പല പല ഭാഷകളിൽ അന്യഭാഷയിൽ ഞാൻ പറയും. പിന്നെ അതിന്റെ തർജിമ അല്ലെ അതിന്റെ ട്രാൻസ്ലേഷൻ ഹിന്ദിയിൽ അല്ലെ ഇംഗ്ലീഷ് അല്ലെ മലയാളത്തിൽ ദൈവം ചെയ്യിപ്പിക്കും. പിന്നെ അതുപോലെ ഭാരതത്തിൽ അയക്കാൻ പോകുന്ന വലിയ ഉണർവിനെ പറ്റി ദൈവം എന്നിൽ കൂടി ദൈവം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ന് പോലും എനിക്ക് ചൊവ്വേ മലയാളം പൂർണ്ണമായിട്ട് അറിയത്തില്ല. ഞാൻ ഒത്തിരി തപ്പും ഓരോ വാക്കുകൾ കിട്ടാൻ വേണ്ടി. ബിക്കോസ് എന്റെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം അല്ല. ഞാൻ ഡൽഹിയിലാണ് ജനിച്ചു വളർന്നതും. അതുകൊണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയാണ് ഞാൻ പാടുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഈ കുറച്ച് വർഷം, ഒരു 8-10 വർഷം ആയതേ ഉള്ളൂ നാട്ടിലൊക്കെ പോകാൻ തുടങ്ങി, ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പം തൊട്ടാ ഞാൻ കുറച്ചൊക്കെ ഒന്ന് മലയാളം എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാനും പാടാനും ഒക്കെ തുടങ്ങി. പക്ഷെ ആ സമയത്ത് 99 അല്ലെ 2000 പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ ഇറങ്ങി വരുമ്പോൾ ഞാൻ നല്ല പച്ച മലയാളത്തിൽ ഞാൻ പ്രവചിക്കുമായിരുന്നു. അപ്പൊ പ്രവചനം എന്ന് പറഞ്ഞാൽ 1-2 മിനിറ്റ് അല്ല. ഈ ഉണർവിനെ പറ്റി പറയുമ്പോൾ ചിലപ്പോ ഒക്കെ അരമണിക്കൂറൊക്കെ അങ്ങ് പ്രവചിക്കും. അരമണിക്കൂർ നിർത്താതെ ഇങ്ങനെ അന്യഭാഷ പറയും, പിന്നെ അറിയാവുന്ന ഭാഷ പറയും, ഇങ്ങനെ പ്രവചിക്കുമായിരുന്നു. ഞാൻ അതുപോലത്തെ ഒരു ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയും ദൈവശക്തി ഇറങ്ങി വരുമായിരുന്നു. അതുപോലെ ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ ശരിക്കും ഇപ്പോഴൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ അത് വിമർശിക്കും. പക്ഷെ ഒരു സ്ഥലത്തുനിന്ന് പൊക്കിയെടുത്ത് എന്നെ അടുത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിനകത്തല്ല, അല്ല ഒരു പട്ടണത്തിൽ നിന്ന് മറ്റേ പട്ടണത്തിലോട്ടല്ല. പക്ഷെ ഞാൻ മിക്കവാറും പുറയില്ല നിൽക്കുന്നത്. ബിക്കോസ് ആ സമയത്ത് എന്റെ പിള്ളേരൊക്കെ ചെറിയ പിള്ളേരാ. 2000 എന്റെ രണ്ടാമത്തെ മകൻ ഉണ്ടായത്, 2001 മൂന്നാമത്തെ മകൻ ഉണ്ടായത്. അപ്പം ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന ഞാൻ അങ്ങ് ചാടും. ഞാൻ ഗർഭിണിയാണെന്നൊന്നും എനിക്കൊരു വിചാരമില്ല. അപ്പൊ ആൾക്കാരൊക്കെ എന്നെ ഒത്തിരി വിലക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാ എടി നീ ഈ സമയത്തൊക്കെ ഇങ്ങനെ ചാടല് എന്നൊക്കെ ഇങ്ങനെ. പക്ഷെ എനിക്കതങ്ങോട്ട്, സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും വിഷയമല്ല. അതൊക്കെ എനിക്ക് ഇന്ന് അത് പറഞ്ഞ് ധരിപ്പിക്കാൻ നിങ്ങളെ മലയാളത്തിൽ എനിക്ക് അറിയത്തില്ല. എനിക്കതൊന്നും വിഷയം, ഞാൻ ഉപവാസം എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉപവാസം എടുക്കും. ഗർഭിണി ആണെങ്കിലും എനിക്ക് വിഷയമല്ല. എനിക്ക് ഉപവാസം എടുക്കണമെങ്കിൽ ഉപവാസം ഞാൻ അങ്ങ് എടുക്കും. അതും ഒരു നേരത്തെ 2 നേരത്തെ കാര്യമല്ല പറഞ്ഞ, ചില ദിവസങ്ങൾ അങ്ങ് എടുക്കും. ചിലപ്പോ ഒത്തിരി എനിക്കങ്ങ് ക്ഷീണം തോന്നുമ്പോൾ ചിലപ്പോ ഒരു നേരം അങ്ങ് കഴിക്കും. അങ്ങനെ 21 ദിവസം ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ട്. എന്റെ ഗർഭിണി ആകുന്നതിന്റെ സമയത്ത് ഒരു 4-5 പ്രാവശ്യം കഴിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ഈ 21 ദിവസത്തിനകം 4-5 പ്രാവശ്യം ഞാൻ കഴിച്ചു. അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര, ശരിക്കും പറഞ്ഞ ഈ സൂപ്പർ നാച്ചുറൽ എന്ന് പറയത്തില്ലയോ, സൂപ്പർ നാച്ചുറൽ, ആ ഒരു അനുഭവം, ആ ഒരു ലോകത്തില് ഞാൻ ആ ദിവസങ്ങൾ ദിവസങ്ങളെല്ലാം, ആഴ്ചകളെല്ലാം, മാസങ്ങളെല്ലാം, വർഷങ്ങൾ, ചില വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു കുറഞ്ഞ ഒരു 2-3 വർഷം ഞാനൊരു വേറെ ഒരു ലെവലിലായിരുന്നു. ഞാൻ ഇന്നും പ്രാർത്ഥിക്കും, ദൈവമേ ആ ദിവസങ്ങൾ എനിക്ക് മടക്കി തരണമേന്ന്. പക്ഷെ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഇനിയും ചെയ്യാൻ കിടക്കുന്ന ഒരു വലിയ ആത്മീക ശുശ്രൂഷയ്ക്ക്, ഒരു വലിയ ഉണർവിന് വേണ്ടി ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു. ഞാനിങ്ങനെ ഒരു പൊട്ടിയെ പോലെ, എനിക്കറിയാവുന്ന മലയാളത്തിൽ ഞാൻ പറയുവാന്നേ, ഒരു പൊട്ടിയെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ ഞാന് ഇങ്ങനെ ഞാൻ ഉണർവ്, പ്രാർത്ഥന, ഉപവാസം, പിന്നെ വചനം ബൈബിൾ എടുത്തിരിക്കുക, മണിക്കൂറുകൾ ഇരിക്കുക, ഇടിവിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് എന്ന് പറഞ്ഞാൽ ശബ്ദം പോകും, എന്റെ കണ്ണുനീര് തീരും. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഇന്നൊന്നും അതിന്റെ അടുത്തുപോലും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ അനുദപിക്കാറുണ്ട്. പക്ഷെ ആ സമയമുള്ള ഒരു ഒരുക്കമായിരുന്നു. പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു അനുഭവം ഇന്നും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ, എന്റെ ഭർത്താവും എന്റെ പിള്ളേരും രാവിലെ ഇറങ്ങും. എന്റെ ഹസ്ബൻഡ് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ 6:40 ആവുമ്പോ ഇവര് വീട്ടിൽ നിന്ന് വിടും. ഞാൻ ആ സമയത്ത് ഞാൻ ഒരു ഞാൻ കാപ്പി കുടിക്കുന്നത്, കോഫി ഉണ്ടാക്കി ഞാൻ ആ കോഫിയുടെ ഒരു കപ്പും എടുത്തോണ്ട് എന്റെ ബൈബിളും എടുത്തോണ്ട്, എനിക്ക് ഗിറ്റാർ ഇന്നും ചൊവ്വേ വായിക്കാൻ അറിയത്തില്ല, പക്ഷെ എന്റെ ഭർത്താവ് വന്ന് ഗിറ്റാറിസ്റ്റ് ആയിരുന്നു, ഗിറ്റാർ വായിക്കുമായിരുന്നു. അപ്പൊ ആ പുള്ളിയുടെ ഗിറ്റാറും എടുത്തോണ്ട് ഞാൻ ഇരിക്കും. എന്റെ ബൈബിളും കോഫിയും ഗിറ്റാറും എടുത്തോണ്ട് ഞാൻ ഇരിക്കും. ഞാൻ അറിയാവുന്ന ഇതില് ഞാൻ ആ ഗിറ്റാർ ഉള്ളതും അറിയാവുന്നത് ഞാൻ എടുത്ത് വായിച്ച്
അനേക പാട്ടുകൾ ആ ദിവസങ്ങളിൽ ദൈവം എനിക്ക് നൽകി. പുതിയ ഗാനങ്ങൾ, വചനത്തിൽ നിന്നുള്ള പാട്ടുകൾ, അനേക ദൂതുകൾ, ബൈബിൾ എടുത്ത് മണിക്കൂറുകൾ വായിക്കും. ദൈവം എനിക്ക് വലിയ സ്വർഗീയ ദർശനങ്ങൾ തന്നു. ദൂതുകൾ, വചനത്തിൽ നിന്ന് ആലോചനകൾ തന്നു. പ്രസംഗങ്ങൾ ഞാൻ ബൈബിളിൽ എഴുതി വെക്കുമായിരുന്നു. അന്നൊന്നും എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തുമില്ല, നമുക്ക് അവസരവും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവം ഇത്രയും ദൂതുകൾ തരുന്നത്, ഇതൊക്കെ ഞാൻ എവിടെ പറയും, ആരോട് പറയും എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പൊ ഡയറികൾ എഴുതി വെക്കുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു 2-3 വർഷം എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഒരുക്കിയെടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ഞാനിങ്ങനെ നിൽക്കുമ്പം, സഭയിൽ നിൽക്കുമ്പോൾ ദൈവം ഒരു ദൂത് അങ്ങ് തരും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വെള്ളമൊക്കെ ഒഴിക്കുന്ന പോലെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് ഞാൻ അനുഭവിക്കും. ആ ദൂത് വന്നു കഴിഞ്ഞാല് അത് ഒരു പേടിയില്ല എനിക്ക്. ഞാൻ ഉടനെ സാക്ഷ്യത്തിന്റെ സമയമാണോ അല്ലെ വേറെ വല്ല സമയമാണോ, ഞങ്ങളുടെ ചർച്ചിൽ നിൽക്കുമ്പോൾ ഞാൻ ചെന്ന് ഞാൻ പറയും, ദൈവാത്മാവ് എനിക്കൊരു ദൂത് തരുന്നേ, എനിക്കത് അതിപ്പം ഇവിടെ പറയണം എന്നും പറഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞാ ആരേലും എന്നെ വിലക്കുമെന്നോ അല്ലെ ആരേലും എന്തെങ്കിലും പറയുമെന്നോ അതൊന്നും എനിക്കൊരു വിഷയമല്ലായിരുന്നു. കൃപയാൽ ആ ചർച്ചിന്റെ പാസ്റ്റർ എന്റെ ബ്രദർ ആയതുകൊണ്ട് പുള്ളി എന്നെ ഒത്തിരി ടോളറേറ്റ് ചെയ്തു, സഹിച്ചെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരം അത്ര അറിവില്ല. എന്ന് പറഞ്ഞാൽ എപ്പം പറയണം, എങ്ങനെ. പക്ഷെ എനിക്കിത് ദൈവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിക്കത്തില്ല. അങ്ങനെ തന്നെ അത്രയും പരിജ്ഞാനം എനിക്ക് അത്രയും അന്നേരം ഇല്ലായിരുന്നു. പക്ഷെ അനുസരണം ഉണ്ടായിരുന്നു. കൃപയാൽ ദൈവം എന്ത് പറഞ്ഞാലും, എവിടെ പോണം എന്ന് പറഞ്ഞാലും, ആരോട് ഏത് ദൂത് വേണം എന്ന് പറഞ്ഞാലും അത് അതുപോലെ വാ തുറന്നങ്ങ് പറയുമായിരുന്നു. എനിക്ക് പറയാൻ ഭാഷയും ഇല്ലായിരുന്നു, ഉള്ളതുപോലൊക്കെ വിളിച്ചു പറയായിരുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചതും എന്നെ ദേവദാസന്മാരും പഠിപ്പിച്ചു. വചനത്തിൽ കൂടി ഞാൻ പഠിച്ചു. നമ്മള് ദൂത് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം, എപ്പം പറയണം ഒക്കെ കുറെ കാര്യങ്ങൾ പിന്നൊക്കെ പഠിക്കാൻ ഇടയായി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, ദൈവം ആ വർഷങ്ങളിൽ ദൈവം എന്നെ ഒരുക്കിയെടുക്കുന്ന ഒരു സമയമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അതിന് മുന്നേ നടന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞാല് എന്റെ ഉള്ളിൽ വലിയൊരു ദാഹം. അത് എന്റെ ഉള്ളിൽ ഞാൻ എനിക്ക് പറയാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ല, അല്ല എന്റെ ഒരു ആഗ്രഹം എന്നല്ല. ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഇടുന്ന അല്ലെ വരുന്ന ഓരോ ആഗ്രഹങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, അത് ദൈവം തന്നെയാ ഇടുന്നത്. ദൈവം അതിന്റെ സോഴ്സ്. അപ്പൊ ഈ 99 ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്റെ ഉള്ളിൽ തുടങ്ങിയത് ഒരു മീറ്റിംഗിലായിരുന്നു. ഒരു 3 ദിവസത്തെ ഒരു ദൈവദാസൻ നാട്ടിൽ നിന്ന് വന്ന് നടത്തിയ ഒരു മീറ്റിംഗിൽ 3-ാമത്തെ ദിവസമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ ഇങ്ങനെ അത്യന്ത ശക്തി എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഞാൻ അനുഭവിക്കുകയും അതോടുകൂടി എന്റെ ജീവിതത്തിൽ ഒരു യൂ ടേൺ, എന്റെ ജീവിതത്തിൽ പേഴ്സണൽ റിവൈവൽ. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഒരു റിവൈവ്, ഒരു ഉണർവ് ഉണ്ടാവണം. അല്ലെ നമ്മളായിരിക്കുന്ന പട്ടണത്തിൽ ഉണ്ടാകണം, അല്ലെ നമ്മളായിരിക്കുന്ന സഭകളിൽ ഉണ്ടായിരിക്കണം. ഇല്ലയോ? ഇതല്ലയോ നമ്മുടെ പ്രാർത്ഥന. പക്ഷെ ഒരു പേഴ്സണൽ റിവൈവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ട്. അവിടെ അത് വെച്ചാ തുടങ്ങേണ്ടത്. ശരിക്കും എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഒരു ഉണർവ്, ഇല്ലയോ? എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽ ഒരു ഉണർവ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് കുറച്ച് ദിവസം, ചിലപ്പം കുറച്ച് മാസങ്ങൾ നിലനിൽക്കും. എന്നിട്ട് ആ തീ അങ്ങ് എന്തോ പറ്റും, അതങ്ങ് കെട്ടുപോകും. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ ഒരു ഉണർവിന്റെ തീ കത്തുമ്പോഴാണ് ഈ ഓരോരുത്തരകത്ത്, ഇപ്പം നിങ്ങളായിരിക്കുന്ന സഭയിൽ ഇപ്പൊ ഒരു 100 പേരുണ്ടെന്ന് വിചാരിച്ചു, അല്ലെ ഒരു 200, 500, എത്ര പേരുണ്ടെന്ന് വിചാരിച്ചു. ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു ഉണർവിന്റെ തീ കത്തുമ്പോൾ ഈ 500 പേരുടെ, ഇപ്പം എന്താ പറയുന്നേ, പെന്തക്കോസ്ത് നാളിൽ 120 പേര് അവിടെ ആ എന്തു പറഞ്ഞ ആ മുറിയുടെ പേര് മാളിക മുറിയിൽ അവര് ഉണ്ടായിരുന്നു, ഇല്ലയോ? അപ്പൊ പരിശുദ്ധാത്മാവ് അവിടെ എങ്ങനെ നമ്മൾ അവിടെ കാണുന്നത്, അവിടെ ഇറങ്ങി വന്നു, ഇല്ലയോ? ഇറങ്ങി വന്നപ്പോൾ ആ ഓരോരുത്തരുടെ മേലും ആദ്യം ഒരു വലിയ ഒരു തീയായിട്ട് വന്നു. തീയായിട്ട് നല്ല തീയെ പോലെ, തീയെ പോലെ. എനിക്ക് ആ മലയാളം വാക്കുകൾ അറിയത്തില്ല. ടങ്സ് ഓഫ് ഫയർ ഇംഗ്ലീഷ് എഴുതിക്കുന്നത് അഗ്നിനാവുകൾ. അപ്പൊ അത് ഇറങ്ങി വന്ന് അവിടെ എഴുതിയേക്കുന്ന ആ 120 പേരുടെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മേലും അത് ഇറങ്ങി, ഇല്ലയോ? അപ്പൊ ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കണം. അതാ എന്റെ ജീവിതത്തിൽ 99 സംഭവിച്ചത്.
ആമേൻ. അതിന്റെ എഫക്റ്റ് ഇന്ന് വരെ ഈ 24 അല്ലെ 25 വർഷം ആയിട്ടും അന്ന് കർത്താവ് എന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ ആരംഭിച്ച ആ പ്രവൃത്തിയുടെ ഒരു 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 എന്താ പറയുന്നേ, ഒരു അതിന്റെ എഫക്റ്റ് ഇന്നും എന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. സോ അപ്പൊ വ്യക്തിപരമായ ഒരു റിവൈവൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ നമ്മൾക്ക്, ആമേൻ, ഹല്ലേലൂയ, എന്താ പറയുന്നേ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായാലേ ആ സഭയിൽ ആ ഉണർവിന്റെ പ്രവൃത്തി നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ ഓരോ പട്ടണങ്ങളിലും അല്ലെങ്കിൽ ഓരോ സഭകളിലും ഉണ്ടാകുമ്പോഴാണ്, ആമേൻ, ഹല്ലേലൂയ, ആ പട്ടണത്തിൽ ഒരു വലിയ ഉണർവുണ്ടാകുന്നത്. അതുപോലെ ദേശത്തിലെ ഓരോ രാജ്യത്തിലും ഓരോ പട്ടണങ്ങളിലും ഓരോ സ്റ്റേറ്റിലും, ആമേൻ, ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ഈ തീ ഇറങ്ങി വരുമ്പോൾ, അല്ലെ ഉണർവിന്റെ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ, അങ്ങനാണ് ഈ വലിയ ഒരു ദേശത്തൊരു ഉണർവുണ്ടാകുന്നത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പക്ഷെ ഇത് തുടങ്ങുന്ന എങ്ങനെ? ഒരു വ്യക്തിയിലാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഈ ദിവസങ്ങൾ നമുക്ക് ആദ്യമേ പ്രാർത്ഥിക്കേണ്ട, ദൈവത്തോട് യാചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആമേൻ, ഹല്ലേലൂയ, ആ ഉണർവിന്റെ തീ ദൈവമേ എന്നിൽ കത്തിക്കണേ. ഹല്ലേലൂയ. ചിലപ്പോ അറിയത്തില്ല, ചിലപ്പം നിങ്ങൾ ഒരു സഹോദരി, ഇപ്പൊ എന്റെ ജീവിതത്തിൽ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ സഭയിൽ ഒരു ഉണർവ് ആ കാലങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. പക്ഷെ എന്നെ ഉപയോഗിച്ച രീതി ഇച്ചിരി വ്യത്യസ്തമായതുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ എന്റെ ലീഡേഴ്സിന് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ എന്റെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ബ്രദറാ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഈ ഒരു മൂലയെന്ന് അടുത്ത മൂലയിലോട്ട് ഇങ്ങനെ ചാടി പോകുമ്പോൾ, അല്ലെ ഞാനിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, എന്റെ ഹസ്ബൻഡ്, എന്റെ സ്വന്തം ഹസ്ബൻഡ്, എന്റെ സ്വന്തം ബ്രദർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ നീ എന്താ പറയുന്നേ, സഭായോഗം അല്ലെ ഈ കൂട്ടായ്മകളെ നീ അലങ്കോലപ്പെടുത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പോലും പറഞ്ഞ് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഭർത്താവും എന്റെ സഹോദരൻ പോലും എന്നെ മനസ്സിലാക്കും. ബിക്കോസ് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, ഞാനൊരു സ്ത്രീയാണല്ലോ, ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഞാനിങ്ങനെ ചാടി ഒരിടത്ത് പോകണം, അവിടെ ചെന്ന് പ്രവചിക്കണം, അല്ലെ ഇങ്ങനെ ദൂത് പറയണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നെ പൊക്കി എടുത്തോണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടുപോവാ. ഞാൻ ആകപ്പാടെ മെലിഞ്ഞിട്ട് ഉള്ള എനിക്ക് ഇന്നൊക്കെ പിന്നെയും ഒരു ഇച്ചിരി കണ്ട ഒരു മനുഷ്യത്തിയാന്ന് പറയാം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മെലിഞ്ഞ് ഒരു ഒരു പെണ്ണാ ഞാൻ. പെണ്ണെന്ന് പറയാൻ ഒത്തിരി സ്ത്രീയാ. രണ്ട് കൊച്ചു പിള്ളാരുടെ അമ്മയാണ്. ഹല്ലേലൂയ. സോ ഓക്കെ, ശബ്ദം കേൾക്കാലോ, കോൾ ഇടയ്ക്ക് വരുന്നു. ഓക്കെ, സോ അപ്പോൾ അപ്പൊ രണ്ട് പിള്ളേരുടെ അമ്മയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഞാനും ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഒരു പ്രത്യേക ഒരു രീതിയിൽ പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിച്ചു. അതുകൊണ്ട് ആ തീയെ കെടുത്താൻ പിശാച് ഒത്തിരി നോക്കി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്വന്തക്കാരെ തന്നെ, ഞാൻ പറയത്തില്ല ശത്രു ഉപയോഗിച്ചെന്ന് പറയത്തില്ല, പക്ഷെ അവർക്ക് എന്നെ മനസ്സിലാകാൻ പറ്റാത്തത് കൊണ്ട്, അവരിങ്ങനത്തെ ഒരു കാഴ്ച ഇതിനു മുന്നേ ഇതുവരെ കാണാത്തത് കൊണ്ട് അവർക്കതൊരു അലങ്കോലപ്പെടുത്തുന്നതായിട്ട് തോന്നി എന്നെ. അപ്പൊ ഞാൻ ആ സമയത്ത് ഒത്തിരി വിഷമിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവിനോട് ദൈവത്തോട് ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ ഉപയോഗിക്കില്ലേ. അത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 ദിവസത്തെ മീറ്റിംഗിൽ 3-ാമത്തെ ദിവസം ഞാൻ ഇരിക്കുമ്പോൾ 99-ല് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച വരികളാ. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നെ നിറയ്ക്കണം, ഇന്ന് എന്റെ ദിവസമാ, ഇന്ന് ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം, ദൈവശക്തി ഞാൻ അനുഭവിക്കണം എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആ 3-ാമത്തെ ദിവസം ഇരുന്ന് ദൈവത്തോടെ, അവിടെ ഒരു സ്ഥലത്ത് പ്രസംഗം നടക്കുക, ദേവദാസൻ പ്രസംഗിക്കുക, പക്ഷെ ഞാൻ അതൊന്നും കേൾക്കുന്നില്ല. ഞാൻ അങ്ങ് വേറെ ഒരു ലോകത്തിലായി. ഞാൻ അങ്ങ് ദൈവത്തോട് സംസാരിക്കോ, ദൈവാത്മാവ് എന്നോട് ഇടപെടും. അന്നാ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യന്ത ശക്തിയെ ഞാൻ എന്റെ ശരീരത്തിൽ, ഈ മൺകൂടാരത്തിൽ പോലും ഞാൻ അനുഭവിക്കുവാൻ ഇടയായി. അപ്പൊ ഞാൻ ചോദിച്ചു വാങ്ങിച്ച ഒരു കാര്യമായിരുന്നു. അതുപോലെ ഈ
ആദ്യം എനിക്ക് പ്രവചനവരം കിട്ടിയില്ല. ഞാൻ അന്യഭാഷയിൽ മാത്രം ദൂത് പറയും. ഞാൻ ചിലപ്പോൾ 5ഉം 10ഉം മിനിറ്റ് ദൂത് പറയും. ഇതുവരെ പറയാത്ത ഭാഷയിൽ ഞാൻ പറയും. പക്ഷെ എനിക്ക് അതിനെ എന്താ പറയുന്നേ, അതിനെ തർജിമ ചെയ്യാൻ അറിയത്തില്ല. അതിനെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പറയാൻ അറിയത്തില്ല. ഈ ദൂത് മാത്രം പറഞ്ഞങ്ങ് നിൽക്കും. അപ്പൊ ആർക്കും മനസ്സിലാവുന്നില്ല, പ്രയോജനമില്ലല്ലോ. അപ്പൊ അന്നേരവാ എന്റെ സഹോദരൻ പറഞ്ഞ, നീ ചെയ്യുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, നീ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇതിനൊരു എന്തുവാ ഒരു പരിഹാരം ദൈവം നൽകുവാൻ. അന്നേരമാ ഞാൻ ദൈവസന്നിധി ചെന്ന് നിലവിളിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ്, പരിശുദ്ധാത്മാവേ, അല്ലെ ദൈവമേ, എന്നെ ഇങ്ങനെ ഉപയോഗിക്കല്ലേ. ഇങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ ആമേൻ, എനിക്ക് ഭാഷ വരം വേണം. എനിക്ക് നീ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഈ ദൂതൊന്ന് പറയാൻ എനിക്ക് ആ വരം തരണം. അല്ലെങ്കിൽ നീ തന്ന ഇതങ്ങ് എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഉപയോഗിക്കപ്പെടാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ അതിന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു. അന്നേരം എന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ നയിച്ചു. പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് യെരമ്യാവിന്റെ പുസ്തകം എന്നോട് അന്ന് ആ ഞായറാഴ്ച എന്റെ സഹോദരൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് വായിക്കാൻ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകി. ഞാൻ പോയി ചെന്ന് യെരമ്യാവിന്റെ പുസ്തകം എനിക്കൊന്ന് 2 മണിക്കൂറിനകം, അതോ എത്ര സമയമായിരുന്നെങ്കിൽ കൃത്യം ഓർമ്മയില്ല, ഞാൻ ഇരുന്ന് ആ ഉച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ അങ്ങ് വായിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ, എന്നിട്ട് ഇതെല്ലാം വായിച്ചു തീർന്നപ്പോൾ ദൈവം എന്നോട് പല കാര്യങ്ങൾ ആ യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഇടപെട്ടിട്ട് എന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി ദൈവം ചില കാര്യങ്ങൾ ക്ലിയർ ആക്കി. പിന്നെ രണ്ടാമത് പറഞ്ഞ്, കണ്ടോ ഞാൻ എങ്ങനെ എന്റെ ദാസന്മാരെ ഉപയോഗിച്ച്, എന്റെ പ്രവാചകന്മാരെ ഞാൻ എങ്ങനെ ഉപയോഗിച്ചെന്ന് നീ കണ്ടോ, അങ്ങനാണെങ്കിൽ നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മറ്റേ സ്ഥലത്തോട്ടല്ല കൊണ്ടുപോകുന്നുള്ളൂ. ഇതിനകത്തൊന്നും ഞാൻ അവരെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കാൻ ഇടയാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഐ സറണ്ടർ ലോർഡ്. ഞാൻ അങ്ങ് എങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ ഉപയോഗിച്ചു. ഇനി ആരെന്തോ പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. പക്ഷേ എനിക്ക് വരം വേണം. എനിക്ക് അങ്ങ് തരുന്ന ദൂതുകൾ എനിക്ക് മനുഷ്യർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എനിക്കൊരു ഭാഷ തരണം. അപ്പൊ അങ്ങനെ എന്നെ പ്രവചനാത്മാവിനാൽ ദൈവം നിറയ്ക്കുകയും, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്തുവാന്ന് പിന്നെ മനസ്സിലായത്. ഭാരതത്തിൽ അയക്കാൻ പോകുന്ന ഉണർവിനെ പറ്റിയായിരുന്നു ദൈവം ഈ 10ഉം 20ഉം അരമണിക്കൂറൊക്കെ എന്നെ കൊണ്ട് പ്രവചിപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പൊ അന്ന് അതെല്ലാം എഴുതി എടുത്തു വെച്ചു. അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് പോലും കൂടി ആ ഉണർവിന് വേണ്ടി, ആ വാഗ്ദത്തം ചെയ്ത ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പൂർണ്ണ വിശ്വാസം ഇതാണ്. ആമേൻ. ദൈവം ആ ഉണർവിന്റെ തീയെ, ആ കാറ്റിനെ പലയിടത്ത് അയച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പം കേൾക്കുന്നില്ലായിരിക്കും, നമ്മൾ കാണുന്നില്ലായിരിക്കും, ചിലപ്പോൾ നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുന്നില്ലായിരിക്കും. പക്ഷേ ദൈവം തന്റെ ആമേൻ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും പണ്ടേ അയച്ചല്ലോ. 2000 വർഷം മുന്നേ തന്നെ അയച്ചു. അപ്പൊ ആ പ്രവചനം അന്നേ നിവൃത്തിയായി. പക്ഷെ അത് ആളി കത്തിക്കൊണ്ടിരിക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ 2ാം വരവിന് മുന്നേ, രണ്ടാം ഭൂമിയിൽ വരുന്ന ആ രീതിയിലല്ല പറഞ്ഞ്, സഭ എടുക്കപ്പെടുന്നതിന് മുന്നേ യേശു എങ്ങനെ പറയുന്നത്, ക്ലൗഡ്സിൽ അല്ലെ മേഘത്തിൽ, മേഘപ്രത്യക്ഷത ഇല്ലയോ, അവിടെ ചർച്ചിനെ സ്വീകരിക്കാൻ, മണവാട്ടിയെ സ്വീകരിക്കാൻ വരുന്ന ആ വരവിന് മുന്നേ, അല്ലെ സഭ എടുക്കപ്പെടുന്നതിന് മുന്നേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആമേൻ ഒരു വലിയ ഉണർവ് ഭാരതദേശത്തിൽ മാത്രമല്ല, പക്ഷെ ഫുൾ ലോകത്തിൽ ഉണ്ടാകും. ആ ഉണർവ് മുഖാന്തരം ദൈവം തന്റെ സഭയെ ശുദ്ധീകരിച്ചെടുക്കും. ദൈവം തന്റെ സഭയെ ആമേൻ ഹല്ലേലൂയ മണവാട്ടിയെ ശുദ്ധീകരിച്ചെടുക്കും, ഒരുക്കിയെടുക്കും. ഹല്ലേലൂയ. അതിനു വേണ്ടിയാ ദൈവം ഒരു ലക്ഷം ഈ ലക്ഷം ഗോൾ, ഈ ഉണർവിന്റെ ഒരു പ്രത്യേക ലക്ഷ്യമല്ല, അത് ഹിന്ദിയിലാണ് ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം, ലക്ഷ്യം. അപ്പം മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാല് തന്റെ മണവാട്ടിയെ ഉറങ്ങിക്കിടന്ന്, ഞാൻ വിശ്വസിക്കുന്ന, കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ കോവിഡിനെ ദൈവം അനുവദിച്ചത്, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, ദൈവം അനുവദിച്ചത് തന്റെ സഭയെ, തന്റെ മണവാട്ടിയെ തട്ടി ഉണർത്തുവാൻ വേണ്ടിയാണ്. അത് കൃത്യമായി പാതിരാത്രിയിൽ ദൈവം എന്നെ ഉണർത്തി പറഞ്ഞ ഒരു വരിയാണ്.
ദിസ് ഇസ് കോളിംഗ് ബെൽ അല്ലെ, ഒരു ബൈബിളിൽ നിന്ന് പറഞ്ഞ മിഡ് നൈറ്റ് ക്രൈ. 10 കന്യകമാരെ പറ്റി നമ്മൾ മത്തായി എനിക്ക് തോന്നുന്നു 25 തോന്നുന്നു 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിൽ ഒരു നിലവിളി ഉണ്ടായി, മണവാളൻ വരുന്നു. അപ്പൊ അന്ന് ആ കോവിഡിന്റെ ഏപ്രിൽ മാസം തന്നെയാന്ന് തോന്നുന്നു, അതോ മാർച്ച് മാസം തന്നെയാന്നോ, ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ ഒത്തിരി വിഷമിച്ച് ഇരിക്കുമ്പോൾ ദൈവമേ എന്തോ പറ്റി, എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി, എന്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി ദിവസങ്ങളായി വിഷമിച്ചിരുന്നപ്പോൾ ഒരു രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്കങ്ങ് വിഷമം കേറി അങ്ങ് ഭയങ്കര, ആരും മരിച്ചില്ല, ഞങ്ങൾക്ക് ആർക്കും കോവിഡ് ഉണ്ടായില്ല, ഇതൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഇത്രയും വലിയ ഒരു സംഭവം ഈ ലോകത്തിൽ ഉണ്ടായിട്ട് ആരും ഇതിനെ പറ്റി ഇത് നേരത്തെ പരിശുദ്ധാത്മാവിൽ നിന്ന് അല്ലെ ദൈവത്തിൽ നിന്ന് കേട്ടില്ലല്ലോ, ഇതിനെ പറ്റി ഒരു ദൂതാരും ഒന്നും അറിയിച്ചില്ലല്ലോ എന്നുള്ള ആ വിഷമത്തിൽ ഞാനിങ്ങനെ എന്ന് പറഞ്ഞാൽ ദൈവം ഭാരതത്തിൽ അയക്കാൻ പോകുന്ന ഉണർവിനെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ കേട്ട് നാളുകളായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇത്രയും വലിയൊരു സംഭവം ലോകത്തിൽ ഉണ്ടാവുന്നതിന് മുന്നേ ആരും ഇത് കേട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാ കർത്താവെ ഞങ്ങൾ കേൾക്കാഞ്ഞേ, അങ്ങ് ഞങ്ങളോട് ഇടപെടാഞ്ഞ് സംസാരിക്കാൻ, ഈ ചോദ്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോഴാണ് ഭയങ്കര ആത്മഭാരം വന്ന് ദൈവം എന്നെ, ഞാനൊന്ന് മയങ്ങിയപ്പോൾ എന്നെ തട്ടി ഉണർത്തി രണ്ടാമത് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങിയത്. അന്നേരം ഞാൻ ഇന്ന് കേട്ടെ, ഇത് അർദ്ധരാത്രിയിലത്തെ നിലവിളിയ, ഈ കോവിഡ് അർദ്ധരാത്രിയിലത്തെ നിലവിളിയ. ഞാൻ തട്ടി ഉണർത്തുക എന്റെ സഭയെ, എന്റെ വരവ് അടുത്തിരിക്കുന്നു. ഇത് മുഖാന്തരം എന്റെ സഭ ശുദ്ധീകരിക്കപ്പെടണം, എന്റെ സഭ ഒരുക്കപ്പെടണം. ഹല്ലേലൂയ, ആമേൻ. എന്റെ വരവിന് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അന്ന് തൊട്ടേ ഒരു വലിയ ഒരുക്കം തുടങ്ങി. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഈ ഉണർവ് ദൈവം അയച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ പലയിടത്തും ഇനിയും അയക്കാൻ പോകുന്ന ഈ ഉണർവ്, ആമേൻ, ആദ്യം ദൈവസഭ എന്തുവാ ഒരുക്കിയെടുക്കുവാണ്. ഹല്ലേലൂയ. മണവാട്ടി ഒരുക്കിയെടുക്കുക, നമ്മുടെ കറ ചുളക്കം. ബിക്കോസ് ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല സഭയുടെ ഉള്ളിൽ എവിടൊക്കെ എന്തൊക്കെ നടക്കുന്നെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എനിക്കത് പറയുന്ന ഇഷ്ടവുമല്ല. പക്ഷെ സത്യമാണ്, വാസ്തവം എന്തുവാ നമുക്കറിയാം. ഈ സ്ഥിതിയിൽ അനേകർ ആയിരിക്കുന്ന സ്ഥിതിയിൽ ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ അനേകർ കൈവിടപ്പെടും. അതുപോലെ പൊളിറ്റിക്സ്, അതുപോലെ സ്വാർത്ഥത, അതുപോലെ ലൗകിക ജീവിതം, ഞാൻ പറയണ്ടല്ലോ, നമ്മളും അതിനെയൊക്കെ എന്തു പറയുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നു. ഇതിലൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന അപ്പം ഈ ഇങ്ങനത്തെ അവസ്ഥയിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ അനേകർ കൈവിടപ്പെടും. അതുകൊണ്ട് ഈ ഉണർവ് മുഖാന്തരം നമ്മളെ നമ്മൾ ഒരുക്കപ്പെടുവാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരും, ആദ്യ സ്നേഹത്തിലേക്ക് മടക്കി വരുത്തുവാണ് കർത്താവ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മൾ ഒരുക്കപ്പെടണം. അതുപോലെ ഈ കൂട്ടത്തിൽ ഇനിയും അനേകർ വന്ന് ചേരുവാനുണ്ട്. ഹല്ലേലൂയ. അനേക ഭാഷക്കാർ, അനേക ജാതികൾ, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ചർച്ചക്കാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽവാസികൾ, ആമേൻ, അനേകർ ഈ ഫോൾഡിൽ ഈ കൂട്ടായ്മയിൽ വന്ന് ചേരുവാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും ആണ് ദൈവം ഈ വലിയ ഉണർവിനെ അയക്കുന്നത്. നമ്മൾ ഉണർത്തപ്പെടുമ്പോൾ എന്തോ പറ്റും? ആമേൻ, ഹല്ലേലൂയ. നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഉണർവിന്റെ തീ എന്നെ കത്തിച്ചു കഴിഞ്ഞപ്പം, ആമേൻ, എനിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ 2000-ലാണ് ഈ ഡൽഹിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. 2000-ലാണ് ഞങ്ങൾ ഒരു വീട് ഗുഡ്ഗാവിൽ പണിഞ്ഞ് 2001-ലാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കൂ, ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തൊട്ട് 6:45 ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു 7 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ പിള്ളേർ തിരിച്ച് വീട്ടിൽ വരുന്ന 4 മണിക്കാ. അവരുടെ ഫുൾ സ്കൂള്, വലിയൊരു ലോങ് അവേഴ്സ് ഉള്ള സ്കൂളാ. 4 മണി വരും. ഞാൻ ഒരു 2-3 മണി വരെ ദൈവസന്നിധിയില പിന്നെ ഇരിക്കുന്നേ. ഞാൻ അനേക വർഷങ്ങൾ ഞാൻ രാവിലത്തെ ആഹാരം വെടിഞ്ഞു. അനേക വർഷങ്ങൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പൊ ഈ ഉച്ചയ്ക്ക് വരെ ഞാൻ ഇങ്ങനെ രാവിലെ ഒരു കാപ്പിയും കുടിച്ച് ഉച്ച 2, 3, 4 മണി, എത്ര മണി വരെ എനിക്ക് ഇരിക്കാൻ തോന്നുന്നു അതുവരെ ഞാൻ ഇരിക്കും.
അപ്പൊ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഈ ഉണർവിന്റെ തീ എന്നെ കത്തിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പം എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇനി നീ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനല്ല, ഇനി പുറത്തിറങ്ങി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ പുറത്തിറങ്ങി ഞാൻ തന്നെയല്ല, എന്റെ ഈ കൂട്ടുകാരിയുടെ കൂടെ നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ വീട് ഈ ചുറ്റുപാടും നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ വണ്ടിക്കകത്തിരുന്ന് ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും കൂടി ഇരുത്തി ഞങ്ങൾ 4 പേരും കൂടി ഈ ചുറ്റുപാട് മൊത്തം ഡ്രൈവ് ചെയ്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത ലെവലിലേക്ക് വന്നപ്പം കർത്താവ് പറഞ്ഞു, ഇനി പ്രാർത്ഥന മാത്രമല്ല, ഇനി ഓരോ വീടുകളിൽ ചെന്ന് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ സുവിശേഷം അറിയിച്ചു. ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു, 2 സഹോദരി, അങ്ങനെ തുടങ്ങി പലരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇതൊന്നും ക്രിസ്ത്യാനികളല്ല, ഇതെല്ലാം മറ്റുള്ള മതക്കാരാണ്. കൂടുതലും ഒരു മതത്തില, നമുക്കറിയാലോ നമ്മുടെ ദേശം ഏത് മതത്തെയാ കൂടുതലും വിശ്വസിക്കുന്നത്. അനേകർ അങ്ങനെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ച്, ആമേൻ ഹല്ലേലൂയ, ഇവിടെ ഒരു സഭ സ്ഥാപിക്കുവാൻ ആമേൻ ദൈവം അടിനെ ഉപയോഗിച്ച്, അടിനെ കുടുംബമായി ദൈവം ഉപയോഗിച്ച്. എന്റെ ഭർത്താവ് ഇന്നും ജോലിയാ, പക്ഷെ അതുകൊണ്ട് കൂടുതൽ പണി ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നെന്ന് ഞാൻ പറയാം. സുവിശേഷം അറിയിക്കാനും ഓരോ വീടുകളിൽ ചെന്ന് പ്രാർത്ഥിക്കാനും അനേകരുടെ വിടുതലിന്, ആമേൻ ഹല്ലേലൂയ, അനേക തകർന്ന കുടുംബങ്ങൾ, ആമേൻ ഡിവോഴ്സിന്റെ വക്കത്ത് നിൽക്കുന്ന കുടുംബങ്ങൾ, എന്ത് പറയുന്നേ, സൂയിസൈഡ് ചെയ്യാൻ പോയ അനേക കുടുംബങ്ങൾ, അങ്ങനെ അങ്ങ് പലരുടെ കുടുംബങ്ങളിൽ ചെന്ന് ഇന്ന് കൃപയാൽ, ആമേൻ. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഉണർവ് എന്ന് പറയുമ്പം നമ്മൾ 4 ഈ നമ്മുടെ ചർച്ച് ബിൽഡിങ്ങിന്റെ 4 വാൾസിനകത്തുള്ള നടക്കുന്ന ഉണർവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവിടെ തുടങ്ങും, നമ്മുടെ ഉള്ളിൽ ആദ്യം തുടങ്ങുന്നത്, പിന്നെ നമ്മുടെ കുടുംബത്തിൽ വരും, അത് കൂട്ടായ്മയിൽ വരും. ആമേൻ ഹല്ലേലൂയ. ഒരാളിൽ നിന്ന് പടർന്ന് ഹല്ലേലൂയ, ആമേൻ. പിന്നെ ദൈവം ആ ഉണർവിനെ നമ്മുടെ ചുറ്റുപാടിലും അയക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ ഉണർവ് എന്നിൽ ആരംഭിച്ചതുകൊണ്ട് അത് നിന്നില്ല. ആമേൻ. അനേകരിലേക്ക് അത് പകരുവാനിട, അനേക ജാതികളിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള മതക്കാര് കർത്താവിനെ അറിഞ്ഞ് ഇന്ന് 18 വർഷം കൊണ്ട് 19 വർഷം കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, ഇന്ന് ആ സഭയെ എന്റെ ഭർത്താവിനോട് കൂടി, ആമേൻ, നയിക്കുവാൻ, ആമേൻ, ആ ഒരു പാസ്റ്റർ, എന്നെയും പലരും പാസ്റ്റർ എന്ന് വിളിക്കും. പക്ഷെ ഞാൻ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കത്തില്ല. ഞാൻ പറയും, പാസ്റ്ററിന്റെ പേരൊന്നും നമുക്ക് വേണ്ട, പണി ചെയ്താൽ മതി. നമ്മൾ സുവിശേഷം അറിയിക്കുക, ആത്മാക്കളെ രക്ഷയിൽ കൊണ്ടുവരുക, അവരെ കർത്താവ് പറഞ്ഞതൊക്കെ ജീവിക്കാൻ പഠിപ്പിക്കുക, പറഞ്ഞതൊക്കെ അവരെ പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് ടൈറ്റിലിനകത്തൊന്നും നമുക്ക് ഇതും കൊണ്ടൊക്കെ നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. അപ്പൊ പണി ചെയ്യണം, പക്ഷെ പണി ചെയ്യണം. ആമേൻ ഹല്ലേലൂയ. അപ്പൊ ആ ഉണർവ് നമ്മളിൽ കത്തുമ്പോൾ, ആ ഉണർവ് നമ്മളിൽ സംഭവിക്കുമ്പോൾ, ആരംഭിക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിച്ച് നമ്മളെ പുറത്തോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ വിടുതലിന് വേണ്ടി, ഹല്ലേലൂയ. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആമേൻ. എന്റെ പട്ടണത്തിലും ദൈവം എന്റെ സഭയിൽ എന്നെ ഒതുക്കിയിരുത്തിയില്ല. ആമേൻ. എന്റെ സഭയിൽ നിന്ന് അനേക സഭകളിലേക്ക് ദൈവം എനിക്ക് വേണ്ടി വാതിലുകൾ തുറന്ന്, ഒരു പട്ടണത്തിൽ നിന്ന് അനേക പട്ടണത്തിലേക്ക് ദൈവം വാതിലുകൾ തുറന്ന്, ഒരു രാജ്യത്തിൽ നിന്ന് അനേക രാജ്യത്തിലേക്ക്, ആമേൻ ഹല്ലേലൂയ. ഈ പേടിയുള്ള എന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ യാത്ര നമുക്കറിയാലോ, സഹോദരിമാരും നമ്മൾ അറിയാൻ വയ്യാത്ത ദേശങ്ങളാണ്, ഇതുവരെ കാണാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ അവരെങ്ങനത്തെ ആൾക്കാരായിരിക്കും, നമ്മളോട് എങ്ങനെ പെരുമാറും എന്നൊക്കെ എന്ന് പറഞ്ഞാൽ, മലയാളികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മലയാളികൾക്ക് പോലും പിന്നെ നമുക്കൊരു ഇതുണ്ട്. അപ്പൊ മലയാളികളല്ലാത്ത രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ മലേഷ്യ, മോറിഷ്യസ്, അങ്ങനെ ഞാൻ എല്ലാ രാജ്യങ്ങളുടെ പേരെടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ മലയാളികളല്ലാത്ത ഞാൻ ഇതുവരെ അവരെ കാണാത്തത് പോലും അപ്പം അങ്ങനത്തെയൊക്കെ രാജ്യങ്ങളിൽ പോകാനുള്ള ധൈര്യം ദൈവം എനിക്ക് തന്നു. ഉണർവ് നമ്മളിൽ സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ അതിരുകളെ എങ്ങനെ പറയുന്നത്, നമുക്ക് ഈ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, ഒത്തിരി ഈ ലിമിറ്റേഷൻസ് എന്നാ പറയുന്നത്, ശത്രു ഇട്ട ചില ലിമിറ്റേഷൻസിനെ കൊണ്ട്, പിന്നെ നമ്മൾ ചില ലിമിറ്റേഷൻസ് നമ്മുടെ ചുറ്റിനും ഇട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ പൊട്ടിച്ച് പുറത്തിറങ്ങും. ഡിനോമിനേഷന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, പ്രസ്ഥാന സ്പിരിറ്റുകളുണ്ട്, അല്ലയോ? അല്ല, ഞാൻ ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു IPC ചർച്ചിലാ ഞാൻ എന്റെ ഞാൻ ചർച്ചിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല, എന്റെ പിതാവാണ് IPC നോർത്തില്
ആരംഭിച്ച വ്യക്തി. IPCNR ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്നു എന്റെ പിതാവ്. അനേക നൂറുകണക്കിന് സഭകൾ സ്ഥാപിച്ച് ഒരു പ്രസ്ഥാനം തുടങ്ങിയ ഒരു പിതാവിന്റെ മകളാണ് ഞാൻ. പക്ഷെ എന്റെ ഉള്ളിൽ ആ IPC സ്പിരിറ്റ് ഇല്ല. അതുകൊണ്ട് എന്തുവാ, ആ ഉണർവ് എന്നിൽ സംഭവിച്ചപ്പോൾ ഞാൻ IPC കാരിയല്ല. ഇപ്പം അതെ, ഞാൻ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ പോലും ഞാൻ പറയും എനിക്ക് അങ്ങനെ ഒരു ഡിനോമിനേഷൻ ഇല്ല, ഞാൻ ദൈവസഭയുടെ ഒരു അംഗമാ. ആമേൻ, ഞാൻ മണവാട്ടി, യേശുവിന്റെ മണവാട്ടിയുടെ ഒരു അംഗമാ. ഹല്ലേലൂയ. അല്ല ഞാൻ ഇന്ന അതോ അല്ല. അതുകൊണ്ട് എന്തുവാ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്റെ സാക്ഷി ഞാൻ പറയുവാണ്. ഇന്ന് ഞാൻ AG, ഷാരോൺ, ഇൻഡിപെൻഡന്റ്, പിന്നെന്തുവാ ഏതൊക്കെ, എനിക്ക് ന്യൂ ഇന്ത്യ അല്ലെ എന്തൊക്കെയുണ്ടോ, അസംബ്ലീസ് ഓഫ് ഗോഡ്, ആമേൻ, മെത്തഡിസ്റ്റ്, CNI എന്ന് പറഞ്ഞാൽ നാമധേയ ക്രിസ്ത്യാനികളുടെ മധ്യത്തിൽ പോലും ചെന്ന അന്യഭാഷയിൽ ആത്മാവിലും സത്യത്തിലും അവരെ ആരാധനയിൽ നയിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്നെ മറ്റുള്ളവരും വിളിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോ ഒക്കെ ഈ നമ്മുടെ ആൾക്കാരൊക്കെ ഈ അതും ഇതൊക്കെ പറയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടും ചിലപ്പോ ചിലയിടത്തൊക്കെ പോകാൻ സത്യം പറഞ്ഞാൽ മടിക്കുന്നത്. പക്ഷെ എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. എന്റെ ഭർത്താവ് പറയാറുണ്ട്, എടി നീ അതൊന്നും നോക്കാതെ കേൾക്കാതെ നീ പോടി എന്ന് എന്നോട് പറയാറുണ്ട്. നീ പോ എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഏത് കൂട്ടമുണ്ടോ എല്ലായിടത്തും എന്നെ വിളിക്കാറുണ്ട്. ആമേൻ. അപ്പൊ ഞാൻ നിങ്ങൾ പറയാനിരിക്കും, നമ്മുടെ ഉള്ളിൽ ഉണർവ് വരുമ്പോഴുണ്ടല്ലോ, പിന്നെ ഒത്തിരി ഈ ലിമിറ്റേഷന്റെ വാക്ക് ആർക്കെങ്കിലും കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു. പരിധികൾ. താങ്ക് യു. അപ്പൊ ഒത്തിരി പരിധികൾ ഉണ്ടല്ലോ. ഞാനൊരു പെണ്ണ, ഞാനൊരു സ്ത്രീയാ, എനിക്ക് പ്രായമായി, അല്ലെ എനിക്ക് പഠിത്തമില്ല, അല്ലെ എനിക്ക് വചന ജ്ഞാനമില്ല, എനിക്ക് കൃപാവരമില്ല, എനിക്ക് പാടാൻ കഴിവില്ല, എനിക്ക് വചനം ഷെയർ ചെയ്യാനുള്ള ബുദ്ധിയില്ല, എനിക്ക് എനിക്ക് എന്റെ കുടുംബത്തിന്റെ ഒത്തിരി ഉത്തരവാദിത്വം ഉണ്ട് എനിക്ക്, അല്ലെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാ. ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ ഒരു പരിമിതിയാ, ഇല്ലയോ? ഞാനിപ്പം തന്നെ ഒരു 15 കാര്യം ഞാൻ പറഞ്ഞു, അല്ലെ ഒരു 10 കാര്യമല്ലേ ഞാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാ പലപ്പോഴും നമ്മൾ ഇരിക്കുന്നത്, ഇല്ലയോ? ഈ പറഞ്ഞതെല്ലാം എനിക്കുണ്ട്. ഈ പരിമിതികളെല്ലാം എനിക്കുണ്ട്. പെണ്ണ്, ഞാനൊരു സ്ത്രീയാണല്ലോ. ഓക്കെ. അപ്പൊ പഠിത്തമില്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം പഠിത്തമുണ്ട്, ഗ്രാജുവേറ്റ്. പക്ഷെ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. എന്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ദൈവം, ഞാൻ ചിന്തിക്കുന്ന അനേക സഹോദരിമാർക്ക് ഒരു പ്രോത്സാഹത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ദൈവം എനിക്ക് അനുവദിക്കാഞ്ഞ് ബൈബിൾ കോളേജിൽ പോകാന്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സ്കൂളിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് ഇന്ന് പെണ്ണുങ്ങൾക്ക് പ്രസംഗിക്കാനൊന്നും സാധാരണ അവസരം ഇല്ലാത്ത സമയങ്ങളിൽ ദൈവം എനിക്ക് ആരാധനയുടെ ഫീൽഡിലും ഒരു സഹോദരിമാരില്ലാത്ത സമയത്ത്, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് കൃപയാൽ അനേക സഹോദരിമാർക്ക് അങ്ങനെ അവസരങ്ങൾ ദൈവം പണ്ടേ നൽകാൻ ആഗ്രഹിച്ചു. പക്ഷെ അവർക്ക് മനുഷ്യര്, അല്ലെ ദൈവദാസന്മാര്, സഭകൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ഓരോ ലിമിറ്റേഷൻസ്, ആ ഓരോ ബൗണ്ടറികളെ, ആ ഓരോ, ഹല്ലേലൂയ, ഇതിനെയൊക്കെ ആ അതിരുകളെ പൊട്ടിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, ചിന്താഗതികളെ പൊട്ടിക്കുവാൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ദൈവം ഉപയോഗിച്ച്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഓരോ പരിമിതികൾ എനിക്കും ഉണ്ടായിരുന്നു, ഓരോ ഈ ബൗണ്ടറികൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഉണർവിന്റെ തീ നമ്മളിൽ കത്തി കഴിയുമ്പോൾ, ആമേൻ, ഇതെല്ലാം അങ്ങ് പൊട്ടും. ഹല്ലേലൂയ. നമ്മള് അനേകർക്ക് വേണ്ടി ഒരു അനുഗ്രഹ വിഷയമാകും. ഹല്ലേലൂയ. നമ്മൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും, ആമേൻ, വിഭിന്ന അനേക ഭാഷക്കാർക്കും രാജ്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സോ സമയം വേഗത്തിൽ കടന്നു പോകുന്നല്ലോ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഇനി എന്റെ സാക്ഷ്യം പറയാൻ പോയി കഴിഞ്ഞാൽ ഇനിയും 1 മണിക്കൂർ പറയാനുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ വചനത്തിൽ നിന്നും കൂടി വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കഴിഞ്ഞിടയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് 2-3 മാസമായെന്ന് തോന്നുന്നു, മാർച്ചാന്നോ ഏപ്രിലാന്നോ, ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ
നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന ശബ്ദം, അല്ല ചെവി കൊണ്ട് കേട്ട ശബ്ദമല്ല. അങ്ങനെ ഞാൻ മിക്കവാറും കേൾക്കുന്നത് ഇപ്പോഴൊക്കെ. ഓക്കെ, ഇങ്ങനെ എനിക്ക് ഇംഗ്ലീഷിലാ ഞാൻ മിക്കവാറും കേൾക്കുന്ന ദൂതുകൾ. അപ്പൊ എന്നോട് ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, an outcry for revival will lead to an outbreak of revival. ഓക്കെ, ഞാൻ അത് മലയാളത്തിൽ തർജ്ജിമ ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്ന് പറഞ്ഞ ഓക്കെ, അത് ഇംഗ്ലീഷില് പോലെ വരത്തില്ല മലയാളത്തിൽ. എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയുടെ ഒരു നിലവിളി, അല്ല സോറി, ഉണർവിന് വേണ്ടി ഉള്ള ഒരു നിലവിളി, ഉണർവിന്റെ ഒരു വിസ്ഫോടനം ഉണ്ടാകും. എങ്ങനാ ഞാൻ എങ്ങനെ മനസ്സിലായെന്ന് ഒന്നുകൂടി ഒന്ന് പറയാന്. എന്ന് പറഞ്ഞാൽ ഒരു ഉണർവിന്റെ ഒരു വിസ്ഫോടനത്തിന് വേണ്ടി ഉണർവിന്റെ ഒരു നിലവിളി ഉണ്ടാകണം. ഓക്കെ, ഐ ഹോപ്പ് ഞാൻ അത് കറക്റ്റ് ആയിട്ടാ പറഞ്ഞെന്നുള്ളത്. പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാരും ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന കൊണ്ടാകത്തില്ല. കർത്താവേ ഉണർവിനെ അയക്കണമേ, അങ്ങനല്ല. നമ്മൾ ഒരു വില കൊടുക്കണം. ഉണർവ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഉണർവ് എന്ന് പറഞ്ഞാൽ ഈ അനേക ഉണർവ് ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ഈ വർഷം എനിക്ക് പരിശുദ്ധാത്മാവ് പ്രേരണ നൽകി. ഉണർവിനെ പറ്റി കുറച്ച് ആഴ്ചകൾ ഞാൻ പഠിപ്പിച്ചു, സൂമിൽ കൂടി പഠിപ്പിച്ചു. ചർച്ചിൽ ഞായറാഴ്ച പ്രസംഗത്തിൽ കൂടിയും ഞാൻ കുറച്ചാഴ്ചകൾ ഉണർവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഓക്കെ, സോ ഇത് ദൈവം എന്നോട് ഇടപെട്ടപ്പോഴാണ്. അപ്പൊ ഞാൻ ഈ അനേക ഉണർവുകൾ, ചരിത്രത്തിൽ ഉണ്ടായ ഉണർവുകൾ ഞാൻ പണ്ട് വായിച്ചതാ. ദൈവം എന്നോട് ഉണർവിനെ പറ്റി പറഞ്ഞപ്പോൾ 2000 ഞാൻ അനേക പുസ്തകങ്ങൾ വായിച്ചത്. അന്ന് തൊട്ടായി നിലവിളി തുടങ്ങിയ എന്റെ ഉള്ളിൽ, കർത്താവെ ഇന്ന രാജ്യത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ ഇങ്ങനെ ചെയ്തെങ്കിൽ, ഇവിടെ ഇങ്ങനെ ചെയ്തെങ്കിൽ, എന്റെ രാജ്യത്തിൽ, എന്റെ സഭയിൽ, എന്റെ പട്ടണത്തിൽ ഇങ്ങനെ ഉണർവുണ്ടാകണം കർത്താവെ, അതിൽ കുറഞ്ഞത് എനിക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അന്ന് തൊട്ടേ നിലവിളി തുടങ്ങിയതാ, കരച്ചിൽ തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്നല്ല, കിടന്നല്ല, ആരും തെറ്റിദ്ധരിക്കില്ല, പക്ഷെ ഉരുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. എന്ന് പറഞ്ഞ ആത്മഭാരം ദൈവം എന്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് ഇരുന്ന് പോലും പ്രാർത്ഥിക്കാൻ വയ്യ, കിടന്നു എന്ന് ഞാൻ അതുപോലെ. ഈ പ്രസവ വേദന ഞാൻ 3 ആൺമക്കളെ ഞാൻ നോർമൽ ഡെലിവറി കൂടിയാ ഞാൻ പ്രസവിച്ചത്. പക്ഷേ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ശരിക്കും അതുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ആഴത്തിലോട്ട് പോകുമ്പം അത് ശാരീരികമാണോ അതോ എങ്ങനത്തെയാണോ എന്ന് എനിക്ക് അതങ്ങോട്ട് പറഞ്ഞ് ധരിപ്പിക്കാവത്തില്ല. പക്ഷെ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ അതുപോലെ ഞാൻ കിടന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഈ ഉദരത്തെ അല്ലെ ഈ വയറിങ്ങനെ പിടിച്ച് ഞാന് കരഞ്ഞ് നിലവിളിച്ച് കണ്ണുനീര് തീർന്നു പോയിട്ടുണ്ട്. അതുവരെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്നേരം എനിക്ക് ഒരു ദിവസം മനസ്സിലായത്, വെളിപ്പെട്ടത് ഈ പൗലോസ് ഞാൻ നിങ്ങളിൽ ക്രിസ്തു ഉരുവാവുന്നതിന് ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നത് പറഞ്ഞത് എന്തുവാന്ന് അന്നേരം എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിക്കുവായിരുന്നു ഈ പൗലോസൊക്കെ എങ്ങനാ പ്രസവ വേദന മനസ്സിലാക്കിയത് ഒരു പുരുഷന്. പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ, പ്രാർത്ഥനയിൽ ഒരു പ്രസവ വേദനയുണ്ട്. അത് സാധാരണ പ്രാർത്ഥന അല്ല. അത് നമ്മൾ ചിലപ്പോൾ 100 പേര് ഇരിക്കുമ്പം ആ അനുഭവം ചിലപ്പം കിട്ടിയില്ലെന്നിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ ഈ കൂട്ടുകാരിയും കൂടി എന്നും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മിക്കവാറും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആരും കാണാനില്ലല്ലോ, ആരും വിമർശിക്കാനില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിരുന്നു. ഞങ്ങൾ കതവും അടച്ച് ഞങ്ങള് ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു 2-3 മണിക്കൂർ. അപ്പം അങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ, ഞാൻ എല്ലാവരും വീണും ഈ ഉരുണ്ടു ഇരുന്ന് കിടന്ന് പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറയുന്നേ. പക്ഷെ അത് വരുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയോളൂ. എനിക്കത് ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഉപവസിച്ച്, നമ്മൾ ചില കാര്യങ്ങൾ വെടിഞ്ഞ്, ആമേൻ, നമ്മളൊന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊന്ന് നിലവിളിച്ച്, ആമേൻ ഹല്ലേലൂയ, ഒരു നിലവിളി ഉണ്ടാകുമ്പോൾ, ഉണർവിന് വേണ്ടിയുള്ള ഒരു നിലവിളി, ആമേൻ ഹല്ലേലൂയ, ദൈവസഭകളിൽ ഈ ദിവസങ്ങൾ ഉണ്ടാകണം. ആമേൻ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആണ് ഹല്ലേലൂയ
നമ്മുടെ കൂട്ടായ്മകളിൽ ഹല്ലേലൂയ, നമ്മുടെ പട്ടണത്തിൽ ഒരു വലിയ ഉണർവ് ആമേൻ നമ്മൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. അത് ഒരു ദിവസവുമല്ല. ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 24 വർഷമായി എന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഞാൻ അങ്ങനെ നിലവിളിച്ച് കരയുന്നില്ല. പണ്ടൊക്കെ നിലവിളിച്ച് പോലെ ഇപ്പം നിലവിളിക്കുന്നില്ല, എനിക്കറിയാം. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ പരിശുദ്ധാത്മാവ് ഭയങ്കര ആത്മഭാരം തരുമ്പോൾ ആമേൻ ഹല്ലേലൂയ അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. അങ്ങനെ അത് ഇതിൽ നിന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് അതെന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാല് ഉൽപ്പത്തി 18 ആമേൻ 20, 21 ആരേലും ഒന്ന് വേഗത്തിലൊന്ന് വായിക്കും. അപ്പോഴത്തേക്ക് ഞാൻ എന്റെ ചാർജറും കൂടി ഒന്ന് കൊണ്ടുവരട്ടെ, എന്റെ ഫോണിന്റെ ചാർജ് തീരാറായി. ഉൽപ്പത്തി 18 20, 21 വേഗത്തിലൊന്ന് വായിച്ചു തന്നേരെ. പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയുമെന്ന് അരുളി ചെയ്തു. ഓക്കെ, ഒരു വചനം കൂടി വായിച്ചേരെ. പുറപ്പാട് 3 7, 9, 7, 8. പുറപ്പാട് 3 7, 8. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നു. ഞാൻ ഇറങ്ങി വന്നു, ഇല്ലയോ? ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ ഈ പരിശുദ്ധാത്മാവ് എന്നോട് ഈ ദൂത് ഇടപെട്ടപ്പോൾ ഈ 2 വാക്യം എന്നോട് ആദ്യം ഇടപെട്ടത്. ഇവിടെ എഴുതിയിരിക്കുന്നേ ഈ 2 സ്ഥലത്ത് നമ്മൾ കാണുന്നേ 18 ഉൽപ്പത്തി 18 21 അതുപോലെ പുറപ്പാട് 3 8 കാണിക്കുന്നേ ദൈവം ഇറങ്ങി വന്നു, ഇല്ലയോ? ഹല്ലേലൂയ. ആദ്യത്തെ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നേ സോദോം ഗൊമോറയുടെ പാപം അധികമായതുകൊണ്ട് അത് അത് അങ്ങനെ തന്നെ ആണോ, അത് വാസ്തവമാണോ അല്ലെ, അതെനിക്ക് മലയാളത്തിൽ പറഞ്ഞു ധരിപ്പിക്കാൻ അറിയത്തില്ല. പക്ഷെ അത് I will go down to see whether they have done all together. ദൈവത്തിന്റെ അടുത്ത് ചെന്ന് എത്തിയ നിലവിളി അനുസരിച്ച് ആണോ അത് കാണാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നു. അപ്പൊ അവിടെ ഒരു നിലവിളി, അവിടെ പാപത്തിന്റെ ഒരു നിലവിളിയാണ്. ഓക്കെ, ഇവിടെ ഉൽപ്പത്തി 3:8 ഞാൻ ദൈവ ജനത്തിന്റെ കഷ്ടതയിൽ കൂടി അവര് നിലവിളിച്ച്, ഓക്കെ, അവര് കഷ്ടതയിൽ അവര് നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ട് ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ കരച്ചിൽ കേട്ടു എന്നാ പറയുന്നത്. I have heard their cry. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവരെ വിടുവിക്കുവാൻ വേണ്ടി ആദ്യത്തെ ഉൽപ്പത്തിയിൽ ദൈവം അവരെ ന്യായം വിധിക്കാൻ വേണ്ടി അവര് ചെയ്ത അതിന് തക്കവണ്ണം ശിക്ഷ നൽകാൻ വേണ്ടി ആമേൻ ദൈവം അവിടെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്കറിയാലോ. 3 ദൂതന്മാര് വന്നു, അബ്രാഹാമിനോട് ദൈവം സംസാരിച്ചതൊക്കെ അറിയാലോ. അതുകൊണ്ട് ഞാൻ അതിന്റെ ആഴത്തിലേക്ക് പോകുന്നില്ല, ഞങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട്. അതുപോലെ ഇവിടെയും ഇറങ്ങി വന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം ആ മുൾപടർപ്പിൽ ദൈവം ഇറങ്ങി വന്ന് മോശയെ നിയോഗിക്കുന്നതായിട്ട്, അപ്പോയിന്റ് ചെയ്യുന്നതായിട്ട്, മോശയെ വിളിക്കുന്നതായിട്ട് അതെല്ലാം നമുക്കും അറിയാം. ഓക്കെ, അപ്പൊ ദൈവം ഇറങ്ങി വന്ന് ആമേൻ ഈ 2 സ്ഥലത്തും ദൈവം ഇറങ്ങി വന്നു. പക്ഷെ 2 സ്ഥലത്തും സ്വർഗത്തിലേക്ക് ഒരു നിലവിളി ഉയർന്നപ്പോൾ ആണ് ആമേൻ ദൈവം ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് ഇടപെട്ടിണ ആമേൻ നമ്മുടെ ഭാരതത്തിൽ നിന്ന്, ദൈവസഭയിൽ നിന്ന് ഉണർവിന് വേണ്ടി ഹല്ലേലൂയ ഒരു നിലവിളി സ്വർഗത്തിൽ എത്തുമ്പോൾ ദൈവം ഹല്ലേലൂയ യെശയ്യാവ് 64 1 വാക്യം ഒന്ന് പറഞ്ഞേ, ഒന്ന് വായിച്ചേ. യെശയ്യാവ് 64 1. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകാത്ത വണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആമേൻ, ആമേൻ. അത് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ ഒരു പ്രാർത്ഥന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വർഷങ്ങൾ മുന്നേ, എനിക്ക് കുറഞ്ഞ ഒരു 15 വർഷത്തിൽ ഉപരിയായി ഒരു ദിവസം രാവിലെ പരിശുദ്ധാത്മാവ് എന്നെ തട്ടി ഉണർത്തി.
അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഉണർന്ന സ്വഭാവം ഇല്ലായിരുന്നു. എനിക്ക് അങ്ങനെ രാവിലെ രാത്രി വേണമെങ്കിൽ എത്ര വേണേലും ഇരിക്കാം, പക്ഷെ രാവിലെ എനിക്ക് ഉണരാൻ ഞാൻ അതിരാവിലെയൊക്കെ 5 മണി 6 മണി 6 കഴിഞ്ഞേ ഞാൻ അന്നൊക്കെ ഉണരത്തുള്ളായിരുന്നു. പക്ഷെ അന്ന് എന്നെ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ ഇങ്ങനെ തട്ടി ഉണർത്തിയിട്ട് യെശയ്യാവ് 64 ഇങ്ങനെ പറയുക. അപ്പൊ ഞാൻ എന്റെ ഓർമ്മയിൽ യെശയ്യാവിലെ 60 അധ്യായമേ ഉള്ളൂ. അത്രയൊക്കെ ബൈബിളെ അന്ന് വായിച്ചിട്ടുള്ളൂ. 15-ലും ഉപരിയായി. ശരി, 15-ലും ഉപരിയായി. അപ്പൊ ഞാൻ വെച്ച് 64 പുസ്തകം ഉണ്ടോ, അധ്യായം ഉണ്ടോ? എന്തേലും ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്നോണ്ട് ചെന്നൊന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് എന്റെ ഭർത്താവ് എന്റെ അടുത്ത് ഉറങ്ങുവാ. അപ്പൊ ഇരുട്ടുമാ, ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ബൈബിൾ ഞാൻ തപ്പിയെടുത്ത് ഞാൻ എന്റെ ലിവിംഗ് റൂമിൽ പോയി ചെന്ന് ബൈബിൾ തുറന്ന് നോക്കിയപ്പോ യെശയ്യാവ് 64 ഉണ്ടല്ലോ. അധ്യായം വായിച്ചു നോക്കുമ്പോ അപ്പൊ അന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രാർത്ഥന, ഞാൻ ഉണർവിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാന്നല്ലോ. അപ്പൊ അന്ന് തൊട്ട് ഈ വാക്യം ഞാൻ മിക്കവാറും എടുത്ത് പ്രാർത്ഥിക്കും. ഈ ഭാരതദേശത്തിൽ ഇങ്ങനെ ദൈവം ഇറങ്ങി വരണം. ഹല്ലേലൂയ. ആകാശം കീറി ആമേൻ ദൈവം ഇറങ്ങി വരണം. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ഉണർവ് ആമേൻ എന്ന് പറഞ്ഞാൽ ഈ ഭാരതം അറിയത്തക്ക രീതിയിൽ ആമേൻ എല്ലാ ഭാഷക്കാരും എല്ലാ ജാതികളും എല്ലാ റിലിജൻസും ഹിന്ദു മതം ഏത് മതം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ മതക്കാരും അറിയത്തക്ക രീതിയിൽ ഒരു ദൈവ മഹത്വം, ഒരു ദൈവ പ്രവൃത്തി ഭാരതത്തിൽ ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ അതിനു വേണ്ടി ആമേൻ നമ്മൾ നിലവിളിക്കണം. ആകാശം കയറി ദൈവം ഇറങ്ങി വരും. പക്ഷെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ ഇറങ്ങി വരും. കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് യാചിക്കുന്നവർക്ക് വേണ്ടിയാണ്, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. വില കൊടുക്കുന്നവർക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരാൻ പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനത്തെ ഒരു നിലവിളി ഈ ദിവസങ്ങൾ ഉണർവിന് വേണ്ടി ആമേൻ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇനിയും നമ്മൾ എന്താ പറയുന്നേ ഞാൻ മടിക്കാതെ എന്നല്ല, മടുത്തു പോകാതെ ഹല്ലേലൂയ. രാവും പകലും നമുക്ക് നിലവിളിക്കാം. ഹല്ലേലൂയ. മടുത്തു പോകാതെ ഹല്ലേലൂയ. അപ്പം ആക്സ് എന്ന് പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 12:5. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യവാ. പത്രോസിനെ പ്രിസൺ അല്ലെ ജയിലിൽ ഇട്ടപ്പോൾ അവിടെ എഴുതിയേക്കുന്ന ദൈവസഭ ഏണസ്റ്റ് പ്രേയർ ഇല്ലയോ? എങ്ങനത്തെ പ്രാർത്ഥന? അങ്ങനാണോ? ശ്രദ്ധയോടുകൂടിയതാണോ? പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ശ്രദ്ധയോടുകൂടി. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണമേ എന്നുള്ള എനിക്ക് അർത്ഥം അറിയത്തുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഏണസ്റ്റ് പ്രേ എന്ന് പറഞ്ഞാൽ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഏണസ്റ്റ്. എലൈജ പ്രേഡ് ഏണസ്റ്റ്ലി. ഇംഗ്ലീഷിനകത്ത് അവിടെയും ഏലിയാവ് പ്രാർത്ഥിക്കുന്ന ഏത് രീതിയിലാ വാക്ക് ഉപയോഗിച്ച് ആ വാക്ക് തന്നെ ഇവിടെ ദൈവസഭ എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് എഴുതിയേക്കുന്നത്. ഏണസ്റ്റ് ശരിക്കും എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇതിനു മുന്നേ എന്തോ പറ്റി, യാക്കോബിനെ ഇട്ടപ്പോൾ അവര് സാധാരണ രീതി പ്രാർത്ഥിച്ചു കാണും, അല്ലെ പ്രാർത്ഥിച്ചില്ലയോ എനിക്കറിയത്തില്ല, ബൈബിൾ ഒന്നും പറയുന്നില്ല. പക്ഷെ അവര് പ്രാർത്ഥിച്ചാലും അവരുടെ പ്രാർത്ഥനയിൽ വലിയ എഫക്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടെന്തോ യാക്കോബിനെ നമുക്കറിയാം, യാക്കോബിന്റെ കഴുത്ത് പോയി. ഓക്കെ, പക്ഷെ ഇവിടെ പത്രോസിനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവര് സീരിയസ് ആയി. അവർക്ക് മനസ്സിലായി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ശരിയാവത്തില്ല, അല്ലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ. ബിക്കോസ് അവര് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുക, ഓൾ നൈറ്റ് പ്രെയർ നടക്കുക. ആമേൻ. വില കൊടുത്തെന്ന് പറഞ്ഞാൽ ഉറക്കം കളഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആണ് ആമേൻ സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതാ ഞാൻ എന്റെ ഈ ഉദ്ദേശം ഇന്ന് ഇതിന്റെ സന്ദേശം ഇതേ ഉള്ളോ, ഇതിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് പറയാനിരിക്കുന്നത്. ആമേൻ. ഹെവൻലി ഇന്റർവെൻഷൻ ഹാപ്പൻസ് വെൻ ചർച്ച് പ്രേസ് ഏർണസ്റ്റ്ലി. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ശ്രദ്ധയോടുകൂടി അല്ലേ വില കൊടുത്തവര് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ പറ്റി? സ്വർഗം അവിടെയും ഇറങ്ങി വന്നു. ഹല്ലേലൂയ. സ്വർഗം ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ദൂതനെ അയച്ചു, സ്വർഗത്തിൽ നിന്ന് ആരാണ്ട് വന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ദേശത്തിലും സ്വർഗത്തിൽ നിന്ന് പലതും പ്രാപിക്കണമെങ്കിൽ ആമേൻ സഭ ഇതുപോലെ പ്രാർത്ഥിക്കണം. രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒരാഴ്ച മുഴുവനും പ്രാർത്ഥിക്കണം, അല്ലെ ഒരു മാസം മുഴുവനും പ്രാർത്ഥിക്കണം. ആമേൻ. ഉപവസിച്ച് പ്രാർത്ഥിക്കണം, വില കൊടുത്ത് ഉറക്കം കളഞ്ഞ് പ്രാർത്ഥിക്കണം. ആമേൻ.
ആമേൻ, പല രീതിയിൽ ഹല്ലേലൂയ വില കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുപോലെ നമ്മൾ കാണുന്നത് ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 12:23-24. ഹല്ലേലൂയ. നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് അത് ഞാൻ വായിപ്പിക്കുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് അവിടെയും ഒരു ദൂതൻ ഇറങ്ങി വന്ന് 12:7 അപ്പോസ്തല പ്രവൃത്തി 12:7 നമ്മൾ കാണുന്ന അവിടെ ഒരു ദൂതൻ ഇറങ്ങി വന്നു. ഓക്കെ, പത്രോസിനെ വിടുവിക്കുവാൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു. 12:20 അതേ അധ്യായത്തിൽ തന്നെ അതേ ദൂതനാണോ അതോ വേറെ ദൂതനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ദൂതൻ വന്ന് എന്തോ ചെയ്തു? ഹല്ലേലൂയ, ആമേൻ, ദൈവ പ്രവർത്തിക്ക് തടസ്സമാണ്. ഞാനങ്ങ് പറഞ്ഞങ്ങ് പോകാം. സമയമില്ലാത്തോണ്ട് വായിപ്പിക്കാഞ്ഞത്. ആ ദൂതൻ വന്ന് അവിടെ ദൈവ പ്രവർത്തിക്ക് അല്ലെ ദൈവ വചന മൾട്ടിപ്ലൈ ആകാൻ അല്ലെ അത് എന്താ പറയുന്നേ, അത് അനേകർക്ക് എത്താതിരിക്കാൻ എന്തൊക്കെ തടസ്സമായി നിന്നോ അല്ലെ ആര് തടസ്സമായി നിന്നോ ഹല്ലേലൂയ ദൈവം അവരെ എന്തോ ചെയ്തു? ദൂതൻ അവിടെ വന്ന് അവിടെ ഒരു പരിഹാരം അവിടെ ഉണ്ടായി. ആമേൻ. ആര് എതിർപ്പ് നിന്നോ, ആര് പത്രോസിനെയും യോഹന്നാനെ യാക്കോബിനെയൊക്കെ ആര് കൈ അവരുടെ മേൽ വെച്ചോ, ആമേൻ, ആ വ്യക്തിയെ ദൈവം എന്തോ ചെയ്തു? അവിടെ സീനിൽ നിന്ന് അങ്ങ് മാറ്റി. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന പൂർണ്ണമായിട്ട് ദൈവസഭ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ആകാശം കീറി, നമ്മൾ വായിച്ചതുപോലെ ആകാശം കീറി ദൈവം ഇറങ്ങി വരും. സ്വർഗദൂതന്മാരെ ദൈവം അയച്ച് വലിയ ദൈവ പ്രവൃത്തി ഹല്ലേലൂയ നമ്മുടെ ദേശത്ത് സംഭവിക്കും. ഹല്ലേലൂയ. തടസ്സമായി നിൽക്കുന്ന ഈ വർഷം ഇലക്ഷന് വേണ്ടി കുറച്ച് പ്രാർത്ഥന ഉണ്ടായതുകൊണ്ട് അതിന്റെ പ്രതിഫലം നമ്മൾ കണ്ടു. പക്ഷെ ഈ പ്രാർത്ഥന നിർത്തൽ, ഇനിയും ദൈവം പലത് ചെയ്യാൻ പോവാണ്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായി ദൈവം ചിലത് ചെയ്യാൻ പോവാണ്. പക്ഷെ പ്രാർത്ഥന നിർത്തല്ലേ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി, ബാക്കി ദൈവം തന്റെ ബുദ്ധിയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാനിപ്പം സമയം എന്റെ തീരാറായതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു ദൂത് ദൈവം എനിക്ക് ഈ കഴിഞ്ഞ 2-3 മാസം മുന്നേ ദൈവം തന്ന ഒരു ദൂതാണ്. ഞാൻ പലയിടത്തും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളോടും കൂടി. ഇത് ഉണർവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൂതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഹല്ലേലൂയ. ബിക്കോസ് എവിടൊക്കെ ഉണർവ് നടന്നിട്ടുണ്ടോ അവിടൊക്കെ വില കൊടുത്ത ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ഹെബ്രഡീസ് റിവൈവൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു റിവൈവൽ ഉണ്ട്. ഒരു ഐലൻഡ്, ഒരു ദ്വീപിലുണ്ടായ ഒരു റിവൈവലാണ്. അത് പല രാജ്യങ്ങളിലേക്ക് പടർന്നു. പിന്നെ ഓക്കെ, അതിന്റെ പൂർണ്ണമായിട്ട് പറയാൻ എനിക്കിപ്പം സമയമില്ല. പക്ഷെ രണ്ട് അമ്മച്ചിമാര് മാത്രം പ്രാർത്ഥിച്ചു. 2 അമ്മച്ചിമാർ. ഓക്കെ, ഒരു അമ്മച്ചിയുടെ അമ്മച്ചി 84 വയസ്സും രണ്ടാമത്തെ അമ്മച്ചി 82 വയസ്സും. ഒരു അമ്മച്ചിക്ക് ഏതാണ്ട് രോഗങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അമ്മച്ചി ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ കുനിഞ്ഞിരിക്കുമല്ലോ, അങ്ങനത്തെ ഒരു അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമുണ്ട്, 2 പേർക്ക് സുഖവും ഇല്ല, വയ്യാഴി. പക്ഷെ ഇവര് രാത്രി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനി തപ്പിയെടുക്കണം, രാത്രി 10 മണി തൊട്ട് രാവിലെ 3 മണി വരെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഈ 2 അമ്മച്ചിമാരിന്ന്. ക്രിസ്റ്റി ആൻഡ് പെഗീൻ അവരുടെ പെഗി അവരുടെ പേര്. ഇവർ 2 പേരും രാത്രി നാളുകൾ ഈ പാതിരാത്രിയിൽ അവർ ഉറക്കം കളഞ്ഞ് ഇവർ 2 പേരും ഉണർവിന് വേണ്ടി. ഞാൻ അവരുടെ ദ്വീപില് ചർച്ചിലൊന്നും ആരും വരുന്നില്ല, യവനക്കാരെന്ന് പറഞ്ഞാൽ കാണാൻ പോലും ഇല്ല. ഓക്കെ, അപ്പൊ ആ വിഷമം കൊണ്ട് ആ ആത്മീക ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ആ ആത്മീക സ്ഥിതി കണ്ട് അതിന്റെ എന്തോ പറയുന്നേ അധപ്പതനം കണ്ട് അവര് ഭയങ്കര ആത്മഭാരത്തോടുകൂടി ദൈവമേ ഞങ്ങളുടെ ഒരു ഉണർവിനെ അയക്കണേ, ഞങ്ങളുടെ യവനക്കാരെ തൊടണേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. എന്നിട്ട് വലിയൊരു കഥ ചെറുതായിട്ട് പറയുമായിരുന്നു. ഒരു രാത്രിയിൽ ആമേൻ ഒരു കുറച്ചു പേര് ഒരു സഭയിൽ ഇങ്ങനെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമേൻ 24-ാമത്തെ അധ്യായം 24 സങ്കീർത്തനമാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും, അതോ 17-ാണ് ഒരു സങ്കീർത്തനം. അവരിങ്ങനെ ഒരു യവനക്കാരൻ എന്നത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ
ആ പുള്ളി ഈ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞ് അങ്ങ് അനുദപിക്കാൻ തുടങ്ങി. അയ്യോ, എന്റെ കൈകളില് ശുദ്ധമല്ല, എന്റെ നാവ് ശുദ്ധമല്ല, എന്റെ ഹൃദയം ശുദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എല്ലാരും എല്ലാരും കരയാൻ തുടങ്ങി. കൂട്ട നിലവിളിയായി, ദൈവത്തോട് ക്ഷമ ചോദിക്കലായി. അപ്പോഴത്തേക്ക് ഇതങ്ങ് നിലനിന്ന്, ഇതങ്ങ് കൂടി മണിക്കൂറുകളായി. പിന്നെ അവര് അർദ്ധരാത്രി അങ്ങാണ്ട് കഴിഞ്ഞ് ഇവര് പുറത്തിറങ്ങിയപ്പോൾ ആ ദ്വീപ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഇങ്ങനെ വെള്ളം കണക്കുന്നല്ല, ഇരുട്ടാന്നല്ലോ. ദ്വീപിനകത്ത് മാത്രം എത്ര പേരണോ, വലിയ ദ്വീപൊന്നുമല്ല. അപ്പൊ ഇവര് പ്രാർത്ഥന കഴിഞ്ഞ് അർദ്ധരാത്രി കഴിഞ്ഞ് പുറത്ത് ഈ ചെറിയ കൂട്ടം ഇറങ്ങി വന്നപ്പോൾ എന്തുവാ, ദ്വീപിലെ എല്ലാ ലൈറ്റും, എല്ലാ വീടുകളിലും ലൈറ്റ് ഓണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉണർവങ്ങ് തുടങ്ങി. ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പാപബോധം ഈ വീടുകളിൽ പരിശുദ്ധാത്മാവ് വായിച്ച് ജനം അവരുടെ വീടുകളിൽ അവര് നിലവിളിച്ച് അവരുടെ പാപം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് അന്ന് രാത്രി തുടങ്ങിയ ആ ഉണർവ് അനേകം നാളുകൾ നിലനിന്ന് അനേക രാജ്യങ്ങളിലേക്ക് അത് പടരുവാനിടയായി. ഹല്ലേലൂയ. അപ്പൊ രണ്ടമ്മച്ചിമാര് വില കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഒരു വലിയ ഉണർവ്, ഹെബ്രഡീസ് റിവൈവൽ. നിങ്ങൾക്കത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാം. ആമേൻ. അങ്ങനെ ജസ്റ്റ് ഒരു ഉണർവിന്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഓരോ ഉണർവിലും ഞാൻ ഇത് പഠിപ്പിച്ചത് കൊണ്ട്, എനിക്ക് ഓരോ ഉണർവിന്റെ കാര്യം ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ആമേൻ. എന്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒന്നും ഓർത്തിരിക്കത്തില്ല, ഓർത്തത് ഞാൻ അങ്ങ് പറഞ്ഞു. അപ്പൊ ഓരോ ഉണർവിൽ കുറച്ച് പേര്, ഒത്തിരി പേരൊന്നുമല്ല, ചിലപ്പോ ഒരാള്, ചിലപ്പോ രണ്ടുപേര്, കുറച്ചൊരു കൂട്ടം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ മറുപടിയായിട്ട് ആമേൻ, ദൈവം ഒരു ഉണർവ് അയച്ചു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ, എനിക്കറിയത്തില്ല നിങ്ങൾ ഏത് പട്ടണത്തിൽ നിന്നാണ്, എനിക്കറിയത്തില്ല നിങ്ങൾ ഏത് കൂട്ടായ്മയിൽ നിന്നാണ്. ഹല്ലേലൂയ. പക്ഷെ എന്റെ സഹോദരി, എന്റെ ആന്റി, ഹല്ലേലൂയ, ദൈവദാസി, നിങ്ങൾ ഒരാള് മതി, ഒറ്റയാള് പ്രാർത്ഥിച്ചാൽ മതി. ഒരാളെയും കൂടി ഒന്ന് കൂട്ടാൻ പറ്റുമെങ്കിൽ, ആമേൻ, പഴയ നിയമത്തിൽ വായിക്കുന്ന പോലെ ഒരാള്, ഇംഗ്ലീഷ് ഞാൻ പറയാം, പിന്നെ മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. 1 will chase 1,000 and 2 10,000 എന്ന് പറഞ്ഞാൽ ഒരാള് 1000 പേരെ എന്തോ പറയുന്നത് ഓടിക്കും, അല്ലെ എന്തുവാ, 2 10,000. 2 പേർ 10,000. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് കൂടുമ്പോഴത്തേക്ക് അതങ്ങ് അതിന്റെ പവർ അങ്ങ് കൂടുക. അപ്പൊ 3 പേരാണെങ്കിൽ അത്രയും കൂടിയാവും. അമ്മേ, അപ്പൊ എത്രയും പേര് നിങ്ങൾ കൂടിയിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സൂമിൽ പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെയും കൂടി ഒരു വില കൊടുത്ത്, സൂമിൽ ഇരുന്ന് അതിനും ഒരു വില കൊടുക്കണം, ഡേറ്റ കൊടുക്കണം, പൈസ കൊടുക്കണം, അത്രയും നേരം ഇതിന്റെ മുന്നിൽ ഇരിക്കണം. പക്ഷെ ഇത് അല്ലാതെയും നിങ്ങള് ശാരീരികമായി എവിടെയെങ്കിലും കൂടി, ഒരു 2 സഹോദരിമാർ എന്നും കൂടി ഒന്ന് 1 മണിക്കൂർ നിങ്ങളുടെ ഒരു ആവശ്യവും പ്രാർത്ഥിക്കാതെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ, ഭർത്താവിന് വേണ്ടിയോ, ജോലിക്ക് വേണ്ടിയോ, ഒന്നിനും. അപ്പൊ ഞങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ ഞാൻ പറഞ്ഞില്ലേ, എന്നിൽ ആരംഭിച്ച തീ ഇങ്ങനെ അങ്ങ് പടർന്നു. വേറെ ഒരു സഹോദരി, പിന്നെ വേറെ ഞങ്ങൾ നാളുകൾ എനിക്ക് 1.5 വർഷം ഞങ്ങൾ എന്നും, ഞങ്ങൾക്കെല്ലാം മക്കളുണ്ട്. ഞാൻ പറഞ്ഞില്ലയോ, ഞാന് 3ാമത്തെ മകനെ 2001 ഞാൻ പ്രസവിക്കുന്നേ. പക്ഷെ ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് നിർത്തിയിട്ടില്ല. പ്രാർത്ഥന നിന്നിട്ട്, ഞങ്ങളുടെ പ്രാർത്ഥന തുടർച്ചയായിട്ട്, ഞാൻ ഗർഭിണിയായ സമയം മുതൽ കൊച്ചുണ്ടായതിനു ശേഷം പോലും ഈ പ്രാർത്ഥന, ഞാൻ ഈ ആരാധനയ്ക്ക് പോകുന്ന കാര്യം ഞാൻ പറയും, ഞാൻ പ്രസവിച്ച ഒരു സൺഡേല 2ാമത്തെ മകനെ, ആ ഒരാഴ്ച മാത്രം ഞാൻ ആരാധന വിട്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് തൊട്ട് മുന്നേ എനിക്ക് വേദന ഉണ്ടായില്ല. ഈ ബാഗ് ടയർ ആവുമല്ലോ, വെള്ളം പോവുകയും പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ ഒരു ആരാധനയും മുടക്കത്തില്ല. എന്നിട്ട് അതിന്റെ അടുത്ത ആഴ്ച ഞാൻ ചർച്ചിലെത്തി. 3 മക്കളെയും പ്രസവിച്ചതിന് ശേഷം ഞാൻ അടുത്ത ഞായറാഴ്ച ഞാൻ ചർച്ചിലുണ്ടായിരുന്നു. അത് എല്ലാരും എന്നെ വിലക്കെങ്കിലും ഞാൻ പറഞ്ഞ്, ഞാൻ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ വേറെങ്ങും പോകത്തില്ല. ഞാൻ സർക്കിറ്റ് അടിക്കാനോ അല്ലെ ഷോപ്പിങ്ങിനോ കടയിലോ വീടുകളിലോ ഒന്നും പോകത്തില്ല. പക്ഷെ ഞാൻ ചർച്ചിൽ പോകും. ഞാൻ സൺഡേ ചർച്ചിൽ എന്നെ നിങ്ങൾ ആരും നിർത്തല്, ഞാൻ എന്റെ ആരാധന കൂടാൻ പോകും. അപ്പൊ ഞാൻ പറയുന്നത്, ദൈവത്തിന് മ്യൂട്ടാണ്.
സോറി, ഇടയ്ക്ക് ഒരു ഫോൺ വന്നു. ഓക്കെ. സോ ഞാൻ പറയാൻ നമ്മള് വില കൊടുത്ത് നമ്മള് വില കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എന്നിൽ നിന്ന് ആരംഭിച്ച ആ സഹോദരിമാരിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ടായിരുന്നു. കൊച്ചു മക്കളുണ്ടായിരുന്നു. പക്ഷെ ഈ പിള്ളാരെയും കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി ചെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ കൂടിരുന്ന് പ്രാർത്ഥിക്കും. ഒരു 10-10:30 എല്ലാം വീട്ടു ജോലി എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നും കൂടെ ഒരു 10:30 കുറച്ചു പേരേ ഉള്ളൂ, 4-5 പേരേ ഉള്ളായിരുന്നു. പക്ഷെ ഒരു 1.5 വർഷം ആ കൂടി വരവിലാണ് ദൈവം ഭാരതത്തിൽ അയക്കാൻ പോകുന്ന ഉണർവിനെ പറ്റി മിക്കവാറും സംസാരിച്ചത്. അപ്പൊ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നേ, നമ്മൾ സഹോദരിമാര് കുറച്ചു പേരൊന്ന് വില കൊടുക്കാൻ റെഡിയാണോ? നമ്മുടെ കൂട്ടായ്മകളിൽ മാത്രമല്ല, നമ്മുടെ പട്ടണങ്ങളിൽ, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ദേശത്ത് ദൈവം വാഗ്ദത്തം ചെയ്ത്, ഇത് നമ്മുടെ ആഗ്രഹമല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളോട് പറഞ്ഞതാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവഹിതമാണ്. നമ്മൾ ഉണരണം, നമ്മുടെ കുടുംബം ഉണരണം, നമ്മുടെ സഭ ഉണരണം, നമ്മുടെ ദേശം ഉണരണം. യേശുവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടണം. രണ്ടാമത്, ഈ കൂട്ടത്തിൽ ഇതുവരെ കയറി വരാത്തവര്, ഈ കൂട്ടത്തിൽ ഇതുവരെ ഇല്ലാത്തവരെ അനേകരെ നമുക്ക് നേടണം. ഉണർവുണ്ടായാലേ നമ്മൾ ഇറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടു ജോലിയും പറഞ്ഞിരുന്ന് നമ്മൾ ഇരിക്കും. നമ്മൾ പല എക്സ്ക്യൂസുകൾ പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, 3 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും, കൊച്ചു മക്കളായിരുന്നെങ്കിൽ പോലും, പക്ഷെ അവരെ വിട്ടേച്ച് ഞാൻ സുവിശേഷം അറിയിക്കാൻ പോകുമായിരുന്നു. അതൊക്കെ എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ഭ്രാന്ത, ശരിക്കും പറഞ്ഞ ഒരു ഭ്രാന്ത. എന്നോട് ആൾക്കാർ പറയുമായിരുന്നു, കൊച്ചിനെ ഞാനിപ്പോ പ്രസവിച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ, പക്ഷെ എന്നാലും അതിനെ ഫുള്ള് വയറ് നിറച്ച് പാല് കൊടുത്തിട്ട് ഞാൻ എന്റെ സുവിശേഷം അറിയിക്കാൻ ഞാൻ എന്റെ സൈക്കിളും എടുത്തോണ്ട് പോകുമായിരുന്നു. ദൈവം അതുകൊണ്ട് എന്നെ ഉയർത്തി. ഞാൻ പറയുമായിരുന്നു, എന്റെ സാക്ഷ്യം പറയുമ്പോൾ ആദ്യം നടന്നു പോയിട്ടുണ്ട്, അടുത്തുള്ള ചുറ്റുപാടൊക്കെ എല്ലാം നടന്നുപോയി. പിന്നെ വേഗത്തിൽ പോയി വരാൻ വേണ്ടി എന്റെ ഭർത്താവ് എനിക്കൊരു സൈക്കിള് വാങ്ങിച്ചു തന്നു. സൈക്കിള് കുറെ നാള് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പിശാചി ചിന്തിച്ചു, ഇവള് ഭയങ്കര പ്രവർത്തനം നടക്കുവോ, ഇവിടെ സൈക്കിൾ അങ്ങും തട്ടി മാറ്റാന്ന് വിചാരിച്ച് ഒരു വീട്ടിൽ നിന്ന് സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ സൈക്കിളില്ല. അപ്പൊ എനിക്ക് ഒരു വിഷമം ഉണ്ടായി. പക്ഷെ എന്നാലും ഞാൻ നടന്ന് തിരിച്ചു വന്നിട്ട് ഞാന് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് മനസ്സിലൊരു വിഷമം, ഇനി എങ്ങനെയാ പോകുന്നേ. അപ്പം അന്നേരം എന്റെ മനസ്സിൽ ഒരു ഇത് കയറി. ഞാൻ പിശാചിനോട് പറഞ്ഞു, എടാ പിശാചെ മണ്ട, ഞാൻ പണ്ടും നടന്നില്ലയോ പോയത്, സൈക്കിൾ കിട്ടുന്നതിന് മുന്നേ. നീ എന്റെ സൈക്കിൾ എടുത്താൽ എന്തുവാ, ഞാൻ പിന്നെ നടന്നു പോകും. എനിക്ക് 2 കാല് ഇന്നും ഉണ്ടല്ലോ, ഞാൻ പിന്നെ നടന്നുപോയി. അപ്പൊ എന്റെ ഭർത്താവ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എനിക്കൊരു സ്കൂട്ടർ വാങ്ങിച്ചു തന്നു. അപ്പം ഇനി ഇച്ചിരിയും കൂടി വേഗത്തിൽ പോകാൻ, എളുപ്പം ആരോണ്ട് പൊക്കിക്കൊണ്ട് പോകത്തില്ലല്ലോ. അങ്ങനെ സ്കൂട്ടർ വാങ്ങിച്ചു തന്നു. അതിലും അനേക സ്ഥലങ്ങളിൽ പോയി ചെന്ന് സുവിശേഷം അറിയിക്കാൻ, മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാൻ ദൈവം എനിക്ക് ഇടയാക്കി. ദൈവം അതിലും പ്രൊമോഷൻ തന്നു. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ദൈവം 4 വീലർ ദൈവം തന്നു, ഒരു കാറ് തന്നു. ആ കാറുകളിൽ പിന്നെ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റുള്ള പട്ടണത്തിലേക്ക് പോയി ചെന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, സാക്ഷീകരിക്കാൻ, പാടുവാൻ, പ്രസംഗിക്കുവാൻ, സെമിനാറുകൾ എടുക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കിക്കൊണ്ട് ഇന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ അവിടെ നിന്ന് ട്രെയിന്, പിന്നെ പ്ലെയിന്. ദൈവം അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അല്പത്തിൽ വിശ്വസ്തത പാലിച്ചാൽ ദൈവം നമ്മളെ അധികത്തിൽ വിചാരനാക്കും. ഹല്ലേലൂയ. ദൈവം എന്നിൽ ആരംഭിച്ച ഉണർവ്, ഹല്ലേലൂയ, ഒരു സഭ സ്ഥാപിക്കുവാൻ, ഹല്ലേലൂയ, അനേക സ്ഥലങ്ങളിൽ ചെന്ന്, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കുവാൻ, ഈ ഉണർവിനെ പറ്റി മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ, അനേകരെ ഉണർവിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുവാൻ, വില കൊടുക്കുവാൻ, അവരെ ആഹ്വാനം ചെയ്യുവാൻ ദൈവം ഇന്നും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, നമ്മളെല്ലാം ഒരു കെട്ടായി നിലവിളിക്കുമ്പോൾ, ഒരു ഉണർവിന് വേണ്ടി നമ്മൾ കണ്ണുനീർ ഒഴുക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങളെക്കാട്ടും അധികമായിട്ട് ഞാൻ പറയാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. എനിക്കും ഭർത്താവുണ്ട്, എന്റെ ഭർത്താവിനും ജോലിയുണ്ട്, എനിക്കും മക്കളുണ്ട്. മൂത്തവൻ കല്യാണം കഴിക്കാൻ പ്രായമായി. പക്ഷെ അതിനെക്കാട്ടും ഒക്കെ ഉപരി എന്റെ വാ തുറന്നു കഴിഞ്ഞാൽ എന്റെ വായിൽ വരുന്ന, കർത്താവെ ഉണർവായിക്കണം. എന്റെ വിഷയം മറുപടി എപ്പം തന്നാലും എനിക്ക് വിഷയമല്ല കർത്താവേ, അതല്ല എന്റെ വിഷയം. ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രാർത്ഥിക്കത്തില്ലെന്നല്ല, ഞാൻ അതൊരു ലൈനിൽ പ്രാർത്ഥിച്ചങ്ങ് വിടും. പക്ഷെ എന്റെ ഹൃദയം
ഉറങ്ങുന്നത്. ഹല്ലേലൂയ. അല്ലെ, കണ്ണുനീര് സത്യം പറഞ്ഞാൽ എന്റെ ഒഴുകുന്നത് ഞാൻ എന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്, ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അല്ലെ, ഒരു സാധാരണ വിഷയക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണുനീര് വരാറില്ല. ഒരു രോഗം വന്നാൽ പോലും ഞാന് അങ്ങ് ഭയങ്കര വേദന കാണുവായാലും ഉള്ളവരെ 2 കണ്ണുനീര് ഒഴുക്കുന്നത്. പക്ഷെ ആമേൻ, ദൈവസഭയുടെ സ്ഥിതി കാണുമ്പോൾ പലപ്പോഴും, ഹല്ലേലൂയ, ദേശത്തിന്റെ സ്ഥിതി കാണുമ്പോൾ, ഉണർവിന് വേണ്ടി യാചിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഈ കണ്ണുനീര് ആമേൻ ഒഴുകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിക്കണ്ട ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലുമൊക്കെ ഉപരിയായി, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് വില കൊടുത്ത് കണ്ണുനീരൊഴുക്കി സമയം ചെലവഴിച്ച്, ഹല്ലേലൂയ, ദേശത്തിൽ ഒരു വലിയ ഉണർവ് സംഭവിക്കാൻ വേണ്ടി, ആമേൻ, ആമേൻ, നമുക്ക് ദൈവത്തോട് യാചിക്കാം. ആമേൻ. സ്വർഗത്തിന്റെ വാതിലുകൾ നമുക്ക് ഈ ദിവസങ്ങൾ സഭയായി നമുക്ക് മുട്ടാം. ഹല്ലേലൂയ. ആമേൻ. ആകാശം കീറി ദൈവമേ അങ്ങ് ഇറങ്ങി വരണമേ. ഈ ദേശം ജീവനുള്ള ദൈവത്തെ കാണുവാൻ, അറിയുവാൻ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഹല്ലേലൂയ, അങ്ങ് ഉപയോഗിക്കണമേ. ആത്മഭാരം ഞങ്ങളുടെ ഉള്ളിൽ നൽകണമേ എന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ നുറങ്ങട്ടെ. ഹല്ലേലൂയ, പൊട്ടട്ടെ ആ ഭാരം. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, നമ്മുടെ മുട്ടുകളെ മടക്കട്ടെ, ഞങ്ങളുടെ വായ തുറക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ആരേലും ഒരാളേലും നിങ്ങൾ അങ്ങനെ ഏൽപ്പിച്ചാൽ നിങ്ങൾ മുഖാന്തരം ആ വലിയ ഉണർവ് നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ പട്ടണത്ത് ദൈവം ആരംഭിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സാക്ഷ്യത്താൽ, ഈ വചനത്താൽ, ഹല്ലേലൂയ, ആമേൻ, ദൈവം ഞങ്ങളെല്ലാരെയും